ഇതാണ് ഭാരതീയത, ഇതാണ് സനാതന ധർമ്മ വിശ്വാസം. നിങ്ങൾ ഞങ്ങളുടെ അമ്പലത്തെ ആക്രമിച്ചാൽ സാരമില്ല, ഞങ്ങൾ വീട്ടിലൊരു അമ്പലം ഉണ്ടാക്കി വെക്കും. ഇനി നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ അമ്പലത്തിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂജാമുറി ആക്രമിച്ചാൽ ഞങ്ങൾ ആ വിഗ്രഹത്തിന് കുഞ്ഞു രൂപത്തിൽ മോതിരമായിട്ടും മാലയുടെ അറ്റത്തും കോർത്തു വെക്കും. ഇനി നിങ്ങൾ ഇതും വലിച്ചു പറിച്ച് കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനകത്ത് ഞങ്ങൾ ചേർത്ത് വെക്കും, അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു തതിയെ ഇല്ലാതെയാക്കാൻ ആർക്കാ സാധിക്കുക? ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിശ്വാസം എന്നത്, നമ്മുടെ സംസ്കാരം എന്നത്, നമ്മുടെ ചിന്തകൾ എന്നത്, നമ്മുടെ ബിംബങ്ങൾ എന്നത്, നമ്മുടെ ആചാരങ്ങൾ എന്നത്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്നത് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്താ വെച്ചിരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്നത് അപ്രസക്തമാണ്. അതിൻ്റെ ഉള്ളിലെ ഞാനുണ്ടല്ലോ, ആ ഞാനാകാനാണ് എന്റെ കൊതി. അതാണ് അഹം ബ്രഹ്മം. വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പകരക്കാരിയാകാൻ ഭഗവാൻ നിയോഗിച്ചതിൻ്റെ സന്തോഷം തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇതിനു മുമ്പ് പലവരു ഇവിടെ പ്രഭാഷകയായി എത്തിച്ചേർന്നുവെങ്കിലും ദശാവതാരം എങ്ങനെയാണ് സനാതന ധർമ്മത്തിന്റെ നട്ടല്ലായി നിൽക്കുന്നത്, ഈടുറ്റ ബിംബമായി നിൽക്കുന്നത് എന്ന് ഇത്തരം ഗംഭീരമായ ഒരു പരിപാടി ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഭാരതീയതയെ പറ്റിയും ധർമ്മത്തെ പറ്റിയും എങ്ങനെ അത് സനാതനമായി നിൽക്കുന്നു എന്നതിനെ പറ്റിയും ലേശം നിങ്ങളുമായി സംവദിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഭഗവാന്റെ കാരുണ്യം എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ എന്റെ ഇന്നത്തെ പ്രഭാഷണം സമർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പറയിപ്പറ്റ പന്തിരുകുലത്തിൽ ഒരു കഥയുണ്ട്. ആ കഥ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. അഗ്നിഹോത്രികളുടെ വീട്ടിൽ വായില്ലാ കുന്നിൽ അപ്പൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും അച്ഛന് പിതൃകർമ്മം നടത്താനായി എത്തിച്ചേർന്നപ്പോ തലേ ദിവസം ഒരിക്കലായതുകൊണ്ട് തന്നെ തലേ ദിവസം ഗൃഹത്തിൽ വന്ന് എല്ലാവരും കിടക്കും. ആത്തേരമ്മയ്ക്ക് മനസ്സിൽ സങ്കടമായി. ഇങ്ങനെ പക്കനാരും ബാണനും ജാത്തനും അവനും ഇവനും ഒക്കെ വന്ന് ഇതിനകത്ത് കിടക്കുന്നു, ഇതെങ്ങനെ ശരിയാകുമെന്നുള്ള മട്ടിൽ അവർക്ക് വിളമ്പാനോ അവർക്കൊപ്പം നിൽക്കാനോ തന്റെ ഭർത്താവിന്റെ സഹോദരന്മാരാണ് എന്ന മട്ടിൽ തന്നെ അവരെ ശുശ്രൂഷിക്കാനോ താല്പര്യമില്ലാത്ത വിധം അന്തർജനം മുഖം ഒന്ന് കറുപ്പിച്ചപ്പോൾ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അഗ്നിഹോത്രി ഭാര്യയെ കൈക്കു പിടിച്ചു തന്നെ കൊണ്ടുവന്ന് ഈ ഉറങ്ങിക്കിടക്കുന്നവരെ കാട്ടി എന്നാണ് കഥ. ഈ ഉറങ്ങിക്കിടക്കുന്നവർ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ജാതികളിൽ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവരായതുകൊണ്ട് ഈ വന്ന് നോക്കാൻ തന്നെ അത്തേരമ്മയ്ക്ക് വല്ലാണ്ട് വിമുഖത ഉണ്ടായിരുന്നു. പക്ഷേ ഭർത്താവ് കൊണ്ടുവന്ന് നിർബന്ധപൂർവം നോക്കാൻ ആവശ്യപ്പെട്ടപ്പോ കാണുന്നത് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ തന്നെ. എന്നെ തൊട്ടുകൊണ്ടൊന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ താൻ ആരെയാണോ തൊട്ടത്, താൻ ആരുടെയാണോ ഭാര്യയായി നിൽക്കുന്നത്, ആ ആൾ സാക്ഷാൽ നാരായണമൂർത്തിയായും ആ കിടക്കുന്നവരെല്ലാം നാരായണ അംശത്തിൽ തന്നെ സമസ്ത നാരായണന്മാരും കിടക്കുന്നതായി അവിടുന്ന് കണ്ടു എന്നൊരു സങ്കല്പമുണ്ട്. ഇത് ഐതിഹ്യമാലയിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥ എന്നെയും നിങ്ങളെയും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും പഠിപ്പിക്കുന്ന ദീപ്തമായിട്ടുള്ള പാഠം. ഇത്ര വൈജാത്യങ്ങളും ഇത്ര വ്യത്യസ്തതകളും നിലവിൽ നിന്നാലും നാം എല്ലാം ഒന്ന് എന്ന സങ്കല്പം ലോകത്തിന്റെ നെറുകയിൽ നിർത്തിക്കൊണ്ട് ലോകത്തിനോടായി തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഏക ധർമ്മമാണ് നമ്മുടേത്. അതാണ് സനാതനം. ഹൃദയം എന്ത് എന്ന് അന്വേഷിച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിന്റെ കേന്ദ്രബിന്ദുവായി ഭാരതം മാറുന്ന കാഴ്ചകൾ ഞാനും നിങ്ങളും കാണുന്നുണ്ട് ഈ അടുത്ത കാലത്തിൽ. പൂർണ്ണമായി തന്നെ ലോകത്തിന്റെ ഗുരുവായി തന്നെ നിൽക്കുന്നു പാർത്ഥസാരഥി സാക്ഷാൽ ഭഗവാൻ. ഗീതോപദേശം നൽകിക്കൊണ്ട് ശക്തിയില്ലാത്ത ഒരുവൻ എങ്ങനെയാണോ ജീവിതമാകുന്ന സംഘർഷത്തിൽ സംഘടന ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമികയിൽ അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ, യുദ്ധം എന്ന് പറയുന്നത് ബിംബമായി സങ്കല്പിക്കണം. ഒരു കുരുക്ഷേത്ര തട്ടിൽ അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് സാക്ഷാൽ അർജുനൻ എനിക്കിനി വയ്യ ഭഗവാനെ എന്ന് പറഞ്ഞ് ഗാണ്ഡീവം തോളിൽ നിന്ന് താഴ്ന്നു പോകുന്നതായോ വീഴ്ന്നു പോകുന്നതായോ തേർത്തട്ടിൽ തന്നെ തളർന്നു വീണ് കർമ്മബൗഢ്യം ബാധിക്കുന്നതായോ നാം കഥയിൽ കാണുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനും നിങ്ങളുമെല്ലാം പ്രതിദിനം നമുക്ക് മുമ്പിൽ നിൽക്കേണ്ട നൂറുകണക്കിന് അല്ലെങ്കിൽ നമ്മൾ ആചരിക്കേണ്ടതായിട്ടുള്ള നൂറുകണക്കിന്
കാര്യങ്ങൾ ചെയ്യാൻ വയ്യാതെ ഓയ്യോ ഞാൻ എന്താ ചെയ്യുക എന്ന മട്ടിൽ നിൽക്കുമ്പോൾ അവിടെയാണ് സാക്ഷാൽ പാർത്ഥസാരഥിയുടെ അവതാര ഉദ്ദേശം പൂർണ്ണമാകുന്നത്. വലിയ ഒരു തേരും ആ തേരിനെ പിടിച്ചു നിൽക്കുന്ന 5 പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളും ആ കുതിരകൾ ചേർന്ന് നിൽക്കുന്ന കടിഞ്ഞാൺ എന്ന് പറയുന്ന 6ാം ഇന്ദ്രിയമാകുന്ന മനസ്സും തേർ എന്ന് പറയുന്ന ക്ഷേത്ര സങ്കല്പവും ആ ക്ഷേത്രത്തിന്റെ തേരാളിയായി തന്നെ നിൽക്കുന്ന ബിംബസങ്കല്പം അഥവാ ഭഗവാന്റെ സങ്കല്പവും ആലോചിച്ചു നോക്കിയാൽ ഭാരതീയത എന്നും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന പാഠം കഥയിലൂടെ കാര്യം പറഞ്ഞു തരികയാണ്. അപ്പൊ ഗംഭീരമായിട്ടുള്ള വേദങ്ങളാകട്ടെ ഉപനിഷത്തുകളാകട്ടെ അതിഗംഭീരമായിട്ടുള്ള ജീവിതത്തിന്റെ ദർശനങ്ങൾ പറയുമ്പോൾ നമ്മളെയൊക്കെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാക്കാത്തവർക്ക് അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ കഥാരൂപേണ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആദ്യം കഥയെന്ന് മനസ്സിലെടുക്കുക. ഈ കഥ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അകത്തിരുന്ന് ഇതിന്റെ മനനം നടത്തുക. ഈ മനനം നടത്തുമ്പോൾ അകത്ത് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്താണോ ആ ധർമ്മം, ആ ന്യായം, ആ നീതി, ആ സത്യം സമ്പൂർണമായി നമുക്ക് ബോധ്യമാകും. ഇത് ബോധ്യമാക്കി തരുന്ന ധർമ്മമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന തരം നരനാരായണൻ എന്ന സങ്കല്പം. അർജുനൻ എന്ന് പറയുന്നത് തളർന്നു കിടക്കുന്ന ഒരാളാണെങ്കിൽ അർജുനന് യഥാർത്ഥത്തിലുള്ള മന്ത്രതുല്യമായിട്ടുള്ള ജീവിത ദർശനങ്ങൾ പറഞ്ഞുകൊടുത്ത് അവനെ നാരായണനായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ ശബരിമല കാലത്ത് വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ 12 ദിവസങ്ങൾ കൃത്യമായ വ്രതാചരണത്തോടുകൂടി തന്നെ ഇവിടെ ദശ അവതാര ചാർത്ത് നടത്തുകയും അതിന്റെ പരിസമാപ്തിയിൽ എന്നോണം നാം എല്ലാവരും ഭഗവാനായി പരിണമിക്കാനുള്ള പ്രക്രിയയിൽ ഇടപെടുന്നത്. തത്വമസി എന്ന് സാക്ഷാൽ ശബരിമലയിൽ എഴുതി വെക്കുമ്പോൾ അതൊരു കേവലം ഉപനിഷത്തിന്റെ പദമല്ല. ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്നത് തന്നെ 100 കണക്കിന് അയ്യപ്പന്മാരെ ഞാൻ കാണുകയാണ്. 1-ാം തീയതി വൃശ്ചിക മാസം 1-ാം തീയതി കറുപ്പെടുക്കുമ്പോൾ മാലയിടുമ്പോൾ ഇനി മുതൽ ദീക്ഷയാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ വ്രതം ആരംഭിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ പണ്ടുകാലം മുതൽ ഇക്കാലം വരെ അവനെ നാം വിളിക്കുക അയ്യപ്പ എന്നാണ്. ഇനി അതൊരു ചെറിയ കുട്ടിയാണ് എങ്കിൽ, അല്ലെങ്കിൽ 50 കഴിഞ്ഞ സ്ത്രീയാണ് എങ്കിൽ തീർച്ചയായും അവളെ വിളിക്കുക മാളികപ്പുറത്തമ്മേ എന്നാണ്. അപ്പോ അയ്യപ്പൻ മാളികപ്പുറം എന്ന് പറയുന്നത് 2 ഭഗവത് ചൈതന്യമാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരുപക്ഷെ കേരളത്തിനെ ലോകത്തിന്റെ നെറുകയിൽ നിർത്തുന്ന ശബരിമലയിലെ സങ്കല്പമെങ്കിൽ അത് നമ്മെ പഠിപ്പിച്ചു തരുന്ന സനാതന ധർമ്മത്തിന്റെ ദിവ്യമായിട്ടുള്ള ഒരു ഏകീകരണ സ്വഭാവമുണ്ട്. തൽ ത്വം അസി, അത് നീ തന്നെ. നീ ആരെ കാണാനാണ് വ്രതം എടുത്ത് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഓടി ഇവിടെ എത്തുന്നത്? ആ രൂപത്തിനെ നോക്കൂ, അത് നീ തന്നെയല്ലേ? അതാകാനുള്ള ശ്രമമാകണം നിന്റെ മുഴുവൻ ജീവിതവും. ഇതാണ് അഹം ബ്രഹ്മം. അഹം ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പരിപ്രേക്ഷ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് തത്വമസിയെ വ്യാഖ്യാനിക്കാം. ഇത് കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാവുന്ന, അറിയാവുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പണ്ടുകാലങ്ങളിൽ മുതിർന്നവർ മാത്രമല്ല ചെറുപ്പക്കാർക്ക് ഇപ്പോഴും കറുപ്പെടുത്തു കഴിഞ്ഞാൽ, മാലയിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജ് ഉണ്ട്. അന്ന് അധ്യാപകർ തല്ലില്ല. ആ സമയങ്ങളിൽ അയ്യപ്പനെ തല്ലാൻ പാടില്ല, മാളികപ്പുറത്തിനെ തല്ലാൻ പാടില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ആചരണമാണ്, അല്ലെങ്കിൽ ഒരു ആചാരമാണ്. കാരണം എന്താ? അത് ഭഗവാനാണ്. അപ്പൊ ഒരു വ്യക്തി ഭഗവാനായി രൂപപ്പെടാൻ 41 ദിവസം വേണം എന്നുള്ള ഒരു ചര്യ ആചരിച്ചു വെക്കുകയും ഈ 41 ദിവസത്തെ കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ, നിഷ്ഠ, ഭഗവത് സാന്നിധ്യം, ഇതെല്ലാം കൊണ്ട് നീ ഭഗവാനായി മാറുന്നു എന്ന് നമ്മളെ പറഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ അത് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ഒരു കാലയളവിൽ തന്നെ സാക്ഷാൽ പാർത്ഥസാരഥി നമ്മുടെ മുമ്പിൽ ഇപ്രകാരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് തീർച്ചയായും എല്ലാവരും വിനയാന്വിതരായി നിൽക്കുകയും ആ ചടങ്ങിന് പങ്കെടുക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടേണ്ട ഊർജം, കിട്ടുന്ന ഊർജത്തിനെ അഹം ബ്രഹ്മമായി മാറാനുള്ള പ്രക്രിയയാക്കി മാറ്റാൻ ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. ഇതറിയണമെങ്കിൽ നിസ്സാരമായ മറ്റൊരു കഥയും കൂടെ പറയാം. ഈ കഥ ഇങ്ങനെയാണ്. ഇത് കഥയല്ല, ഇത് കാര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും പിറന്നാളുകളുണ്ടല്ലോ, അല്ലേ? പിറന്നാളുകളില്ലേ? നാം ജനിച്ച ഒരു ദിവസത്തിന് ഒരു നക്ഷത്രം പറഞ്ഞു തരും. ജനിക്കുന്ന ദിവസം, ആ ദിവസം എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറയുന്ന വൈദേശിക സംസ്കാരത്തിനെ മാറ്റിവെച്ചാൽ നമ്മുടെ നാട്ടിൽ അവന് സ്വന്തമായി, അവൾക്ക് സ്വന്തമായി ഒരു നാളുണ്ട്. ഈ നാൾ എന്നാൽ ദൂരെ 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 നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പൊ പിറന്നു വീഴുന്ന കുട്ടിയോട് അമ്മ, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ആ തതി, അല്ലെങ്കിൽ ആ സനാതന ധർമ്മം പറഞ്ഞു വെക്കുന്നു, നോക്കൂ, നീ ഇവിടെ പിറന്നു വീണ ഒരു ദേഹമാണെങ്കിലും ദൂരെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇനി നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീരില്ല, അതൊരു കോംബോ പാക്കാണ്.
ഒന്നെടുക്കുമ്പോ 5 ഫ്രീ എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുന്നത് പോലെയാണ്. അതായത് ദൂരെ നിൽക്കുന്ന നക്ഷത്രം മാത്രമല്ല നീ, നിന്റെ നാളിന് ചേർന്ന ഒരു വൃക്ഷമുണ്ട്, നിന്റെ നാളിന് പ്രതിപാദിക്കുന്ന ഒരു മൃഗമുണ്ട്, നിനക്കു തന്നെ ഒരു പക്ഷിയുണ്ട്, നിനക്ക് ഉപാസിക്കാൻ ഒരു ദേവതയുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ശരിയല്ലേ? അപ്പൊ നമ്മുടെ പിറന്നാളിന്റെ ദിവസം നിർബന്ധപൂർവം ആ വൃക്ഷത്തിന് ലേശം ജലം കൊടുക്കണം. കുട്ടികളെ പഠിപ്പിക്കേണ്ട പാഠമാണ്. പണ്ടിത് ചെയ്തിരുന്നു, ആചരണ പദ്ധതിയായി തന്നെ ചെയ്തിരുന്നു. ഇപ്പോ കുട്ടികളെ ഇത് ചെയ്യിക്കൂ എന്ന് പറയുന്നതിനേക്കാളും എളുപ്പം മുതിർന്നവർ ഇതൊന്നും ചെയ്ത് കാട്ടിക്കൊടുക്കൂ. അന്നത്തെ ദിവസം ആ കാകന് അല്ലെങ്കിൽ ആ മൃഗത്തിന്, ആ പക്ഷിക്ക് ലേശം അന്നം കൊടുക്കൂ. നിന്റെ പിറന്നാൾ ദിവസം നീ മാത്രമല്ല ഉരുട്ടി കഴിക്കേണ്ടത്, നീ പിറന്നാൾ സദ്യ ഉണ്ണുമ്പോ തന്നെ ഒറ്റകൾക്കും കൂടെ കൊടുക്കണം. കാരണം അതാണ് നീ, ഇതാണ് നീ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കിടന്നുറങ്ങുന്നവരെല്ലാം സാക്ഷാൽ നാരായണനായി കട്ടിക്കൊടുത്ത സങ്കല്പം തന്നെയാണ് സനാതനധർമ്മത്തിന്റെ അടിവേര് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് അതിന്റെ മർമ്മം. ഇതെല്ലാം ഒന്നാണ്. കഴിഞ്ഞ മാസം ഇതേ ദിവസം എന്നാണ് എൻ്റെ വിചാരം, തിരുവനന്തപുരത്ത് പുലിയൂർക്കോട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കൽ ഇതുമാതിരി തന്നെ, പക്ഷെ അത് വസുദേവ യജ്ഞമായിരുന്നു. വാസുദേവ യജ്ഞത്തിൽ അവർ ചെയ്ത 12 ദിവസങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പൂജകളായിരുന്നു. ഇത് ആദ്യമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങ് എന്നോണം തന്നെ അതിൽ പിതൃപൂജ, ഭൂപൂജ, വൃക്ഷപൂജ, മൃഗപക്ഷി പൂജ, ഗോപൂജ, പിന്നെ ഗുരുജനങ്ങളെയൊക്കെ ആദരിക്കുന്ന ചടങ്ങ്, അതായത് ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങ്, ഇങ്ങനെ ഒരു കൃത്യവും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചു. അപ്പോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട്, സമ്പൂർണ്ണ അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് നമുക്ക് കാട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ്, പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വരൂപത്താൽ തന്നെ, അവതാരത്തിൽ തന്നെ ലോകത്തിനോട് കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ഭൂമി എന്ന് പറയുന്നത് ഞാനാണ് എന്ന് പറയുന്നത് ഒരു പിടി മണ്ണെടുത്ത് കുഞ്ഞ് വായ്ക്കകത്തേക്കിട്ട് ആ മണ്ണ് കാട്ടാനായി അമ്മയെ വാ തുറന്ന് ഈ മുഴുവൻ പ്രപഞ്ചത്തിനെയും വായ്ക്കകത്ത് കാട്ടിക്കൊടുത്ത കഥ അറിയാമല്ലോ എല്ലാവർക്കും. കഥ യശോദാമ്മയെ പരിഭ്രമിപ്പിച്ച കഥ. എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് നീ തന്നെയാണ്, ഈ ശരീരം തന്നെയാണ് ഭൂമി. ആലോചിച്ചാൽ നമുക്കറിയാം, ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അന്നവും വളവും വെള്ളവുമായി തന്നെയാണ് നാം എല്ലാവരും സ്വീകരിക്കുന്നത്. അതാണ് ഈ തടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഭൂമി എന്ന് പറയുന്ന 5 ഭൂതങ്ങളിലെ ഭൂ എന്ന് പറയുന്ന സങ്കല്പം കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് ഭഗവാൻ തന്റെ നിഷ്ഠയിൽ. ഇനി നദീപൂജ അവർ ചെയ്തപ്പോൾ അവരോട് ചേർത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഒരു കാളന്തി സങ്കല്പമുണ്ട് ഭഗവാന്റെ കഥയിൽ. സപ്താഹവേദികളെ അലങ്കരിച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും. പലയിടത്തും ഒരുപക്ഷെ ഈ കഥ കേട്ടിട്ടുണ്ടാവും. കാളിയ മർദ്ദനം എന്ന് തന്നെ ഞാനും നിങ്ങളും വ്യാഖ്യാനിക്കുന്ന കഥ വെറുതെ കാളന്തി നദിയെ ചീത്തിയാക്കിയ, മലിനമാക്കിയ ഒരു സർപ്പത്തിന്റെ ഭണത്തിന്മേൽ കയറി നടനമാടി സർപ്പത്തിന്റെ അഹങ്കാരം ഒടുക്കി, സർപ്പത്തിനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കാളിയനെ കൊണ്ട് തന്നെ അവിടുത്തെ വിഷം വലിച്ചു കുടിപ്പിച്ചിട്ട് വെറുതെ കൊല്ലുകയല്ല ചെയ്തത്, മറിച്ച് നദിയെ മലിനമാക്കിയത് നീയാണ്, ആ മാലിന്യം തിരിച്ച്, ആ വിഷം നീ തിരിച്ചു വലിച്ചു കുടിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി അവന്റെ അഹങ്കാരം ശമിപ്പിച്ചിട്ട് അവന് മോക്ഷം കൊടുത്ത് അടുത്ത ഇടത്തേക്ക് പറഞ്ഞു വിട്ടവൻ ശ്രീകൃഷ്ണ ഭഗവാൻ. ജലം എന്ന് പറയുന്ന സങ്കല്പവും അങ്ങനെ തന്നെയാണ്. പഞ്ചഭൂതത്തിലെ ഒന്ന് ജലം ആണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ 72% ജലമാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ഭൂമിയുടെ അളവെടുത്ത് നോക്കിയാലും അതിന്റെ റേഷ്യോ എടുത്ത് നോക്കിയാലും 72% ജലം തന്നെയാണ്. അതുകൊണ്ടാണ് സൂര്യഗ്രഹണ, ചന്ദ്രഗ്രഹണ സമയങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യാനേരങ്ങളിൽ വേലിയിറക്കങ്ങളിൽ മനസ്സിനും വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുന്നത്. മുതിർന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, വാവുന്നാള് ശ്രദ്ധിച്ചോണം ഗർഭിണികൾ എന്ന് പറയും. ഇനി പശു വീട്ടിലുണ്ടെങ്കിലും പറയും ശ്രദ്ധിച്ചോണം വാവ് വരാൻ പോവാണ് എന്ന്. എന്താണ് വാവിന്റെ പ്രത്യേകത? ചന്ദ്രന്റെ ഏറ്റ ഇറക്കങ്ങൾ അവിടെയാണ്. ചന്ദ്രന്റെ ഏറ്റ ഇറക്കങ്ങൾ ഗർഭിണിയെ ബാധിക്കും, പശുവിനെ ബാധിക്കും, ഭ്രാന്തുള്ളവരെ ബാധിക്കും, പ്രണയം മനസ്സിലുള്ളവനെ ബാധിക്കും, കവികളെ ബാധിക്കും. നോക്കൂ, ഇത് വെറുതെ ഒന്ന് പറഞ്ഞു വെക്കുകയല്ല. പൂർവസൂരികൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ സമസ്ത പ്രപഞ്ചത്തിന്റെ കേവലം പ്രതിരൂപമാണ് നീ എന്ന് പല രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അത് ഗംഭീരമായി കാളന്തി നദിയിലൂടെ കാട്ടിത്തരുന്നു. അതായത് ഒരു നദി ഒഴുകിപ്പോകുന്നു, യമുനയുണ്ട്, കാളന്തിയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിനോടനുബന്ധിച്ച് തന്നെ ധാരാളം നദികളുടെ രംഗപ്രവേശമുണ്ട്. ഒടുവിൽ ദ്വാരകയെ കടലെടുത്തപ്പോൾ കടലുമുണ്ട്. അപ്പൊ ജലം എന്ന് പറയുന്ന സങ്കല്പം ഗംഭീരമായി തന്നെ ഭഗവാന്റെ ജീവിതത്തിൽ ഉടനീളമുണ്ട്.
ഈ ജലം എന്ന സങ്കല്പം നമ്മെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. കുളക്കരയിലെ തേവര കണ്ടു തൊഴണമെങ്കിൽ പണ്ട് കാലത്ത് നാട്ടിലുണ്ടായിരുന്ന ഒരു ആചാരമാണ്, ആദ്യം കുളത്തിലെ മീനൂട്ട് നടത്തിയിട്ട് ചെല്ലണം. ദശാവതാരത്തിലെ അദ്യാവതാരമായി മത്സ്യത്തിനെ നമ്മൾ സങ്കല്പിക്കുന്നതും ആ അർത്ഥത്തിലാണ്. ആലോചിക്കണം സനാതന ധർമ്മവിശ്വാസികൾ, പലരും ഈ ധർമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ അകത്തും പുറത്തും തെളിഞ്ഞും ഒളിഞ്ഞും കലാകാലങ്ങളിൽ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ സങ്കല്പിക്കുമ്പോൾ പോലും ആ ശ്രമം ഈ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ സുരശക്തികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത, വിജയിക്കാൻ സാധിക്കാത്ത ഏക തതി നമ്മുടേതാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് 500-ൽ പരം വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നമ്മുടെ സംസ്കൃതി വീണ്ടെടുത്തു എന്ന് പറഞ്ഞ് ഒരു ധ്വജാരോഹണ ചടങ്ങിന് ഭാരതത്തിലുള്ളവരെല്ലാം സാക്ഷ്യം വഹിച്ചതാണ്. വിട്ടുപോയ ഒന്നിനെ തിരിച്ചു പിടിക്കാനുള്ള കെൽപ്പ് ഭടന്മാരായി നിൽക്കുകയോ തോക്കേന്തി ബാക്കി ആൾക്കാരെയൊക്കെ ഇല്ലായ്മ ചെയ്യുകയോ വാളെടുത്ത ഏത് സംസ്കാരത്തെയും ഉന്മൂലനം ചെയ്യുകയോ ചെയ്യാതെ സമാധാനപൂർവ്വം കാത്തിരുന്ന് എന്നാൽ ഈ സംസ്കാരത്തിന് വേണ്ടി പടവെട്ടാനുള്ള കെൽപ്പ് കെടാതെ നൂറുകണക്കിന് രക്തസാക്ഷികൾ ഉണ്ടായാലും, നൂറുകണക്കിന് മനുഷ്യരെ, നൂറുകണക്കിന് ജന്മങ്ങളെ ഇല്ലാതെയാക്കിയാലും ഞങ്ങളുടെ രാമനെ കൊടുക്കില്ല, ഞങ്ങളുടെ കൃഷ്ണനെ കൊടുക്കില്ല. അത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു തതി. അതുകൊണ്ടാണ് ഈ തതിക്ക് സനാതനം എന്ന പേര്. സനാതനം എന്നാൽ ഇതിന് മരണമില്ല എന്നാണ് അർത്ഥം, എന്നെന്നും നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഹിന്ദു എന്നൊക്കെ ഇപ്പൊ പേര് പറയുന്നുണ്ട്, പല രീതിയിൽ അതിന് വ്യാഖ്യാനം വരുന്നുവെങ്കിലും ഏറ്റവും ആലോചിച്ചാൽ പ്രപിതാമഹന്മാരുടെ കാലം മുതലേ നമ്മുടെ ധർമ്മത്തിനെ പറയുന്ന പേര് ധർമ്മം എന്നാണ്, മതം എന്നല്ല. മതമെന്നോ ജാതിയെന്നോ അല്ല പറയുക, ധർമ്മം എന്നാണ്. എന്താണ് ധർമ്മം? രണ്ട് പക്ഷമേ ലോകത്തുള്ളൂ, ഒന്ന് ധർമ്മവും ഒന്ന് അധർമ്മവും എന്ന് രാമരാവണന്മാർ കാട്ടിത്തരുന്നു. രാമനേക്കാളും 100 ഇരട്ടി കേമനാണ് രാവണൻ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പുണ്ടാവാം. രാവണൻ ബ്രാഹ്മണനാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ബ്രഹ്മജ്ഞത്വം അല്ലെങ്കിൽ ജ്ഞാനം കയ്യിലുള്ളവനാണ്, അറിവുള്ളവനാണ്. ഭഗവാനെ സാക്ഷാൽ കൈലാസത്തിനെ തന്നെ എടുത്ത് ഉദ്ധരിക്കാൻ കെൽപ്പുള്ളവനാണ്, അത്ര കാമ്പുള്ളവനുമാണ് രാവണൻ. അങ്ങനെ ഭഗവാന്റെ കൈലാസം എടുത്ത് അമ്മാനമാടാൻ ശ്രമം നടത്തി പെരുവിരൽ ഭഗവാൻ താഴ്ത്തി അതിൽ നിന്ന് ജടാടവീകളജ്വല എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു കൃതി ഒറ്റ നിമിഷം കൊണ്ട് ക്ഷിപ്രകവിയായി എഴുതാൻ സിദ്ധി ഉള്ള ആളാണ് രാവണൻ. കയ്യിൽ ചന്ദ്രഹാസം നേടിയെടുക്കാനുള്ള കെൽപ്പുണ്ട് രാവണൻ. ഒരു നഗരിയെ, ലങ്കാനഗരിയെ ഒരുപക്ഷെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള മായിക ലോകമായി സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ആളാണ്. മിടുക്കനായിട്ടുള്ള രാജാവാണ്, ഗംഭീരനായിട്ടുള്ള പിതാവാണ്, അതിഗംഭീരനായിട്ടുള്ള യോദ്ധാവാണ്. ഇതൊക്കെ ആയിട്ടും രാവണൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? രാവണൻ പരാജയപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് രാവണന്റെ പരാജയത്തോടൊപ്പം തന്നെ തന്റെ രാഷ്ട്രവും അഗ്നിക്കിരയാക്കി. അതും കേവലം ഒരു കുരങ്ങൻ. കഥയറിയാം എന്നതുകൊണ്ടാണ് ഞാൻ വ്യാഖ്യാനത്തിലേക്ക് ഒരുപാട് പോകാത്തത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കഥ. ആരാണ് ഹനുമാനെന്നും എന്താണ് ഹനുമാനെന്നും ഹനുമാൻ എങ്ങനെയാണ് വാല് ചുരുട്ടി വെച്ചതെന്നും എങ്ങനെയാണ് മെസ്സഞ്ചറായി തന്നെ ദൂതനായി തന്നെ പോയിരിക്കുകയും അദ്ദേഹത്തിന് താഴെ പീഠം പോലും നിഷേധിച്ചപ്പോ എന്റെ രാമന്റെ ഉയരം എന്ന് പറയുന്നത് നിന്റെ ഉയരത്തിനോളം തന്നെയാണ് രാവണ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാവണനോളം ഉയരത്തിൽ തന്റെ വാല് ചുരുട്ടി സ്വയം തന്നെ ഒരു സിംഹാസനം ഉണ്ടാക്കി വെക്കുകയും ആ സിംഹാസനത്തിന്റെ മേളിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത സാക്ഷാൽ ഹനുമാൻ, കേവലം ഒരു കുരങ്ങൻ. കഥയുടെ തുടക്കത്തിലേക്ക് ഞാൻ ഒന്നുകൂടി പോയി വരട്ടെ. എല്ലാം ഒന്നാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു നല്ല ഉദാഹരണമാണ് ഒരു കുരങ്ങനും ഭഗവാനാകാം എന്നുള്ള സങ്കല്പം. എത്ര വലിയ ഒരു വ്യക്തിയാണെങ്കിലും, എത്ര തന്നെ ഭയം ഒരാൾക്ക് ഉണ്ടാകുന്നുവെങ്കിലും, എത്ര തന്നെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നുണ്ട് എങ്കിലും, തരണം ചെയ്യണം എന്നുണ്ടെങ്കിലും ഭജിക്കേണ്ടത് ഒറ്റ ഒരാളെയാണ്. അത് സാക്ഷാൽ ഹനുമാനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേവലം ഒരു കുരങ്ങൻ. പക്ഷേ കുരങ്ങൻ ഉപാസന കൊണ്ട് തന്നെ, സ്വയം സമർപ്പിക്കുന്ന മനസ്സുകൊണ്ട് തന്നെ, നിസ്വനമായിട്ടുള്ള തത്വദീക്ഷ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്വയം സമർപ്പണ മനോഭാവത്തോടുകൂടി തന്നെ ഒടുവിൽ ഭഗവാനായി മാറുകയോ ഭഗവാനേക്കാളും മേളിൽ ആയി മാറുകയോ ചെയ്തു. സ്വയം ആവുകയാണ് ചെയ്തത്, ആരും ആക്കിക്കൊടുത്തതല്ല. അങ്ങനെ ആകാൻ ഹനുമാനൊട്ട് ഇഷ്ടവുമല്ല. ഹനുമാൻ എന്നും ഭഗവാന്റെ കാൽ കീഴിൽ തന്നെയാണ് ഇരിക്കാൻ ഇഷ്ടം. ഞാൻ വരുന്ന നാട്ടിൽ തിരുമറയൂർ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഹനുമൽ സേവിത രാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ.
കർക്കിടക മാസത്തിലാണ് വിശേഷ ദിവസങ്ങളെല്ലാം. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പഴയ ഒരു അമ്മുമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അമ്മുമ്മ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, പണ്ട് കാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് ഈ കഥ എന്നോട് പറഞ്ഞു. കഥ കേൾക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ കഥ കേട്ടു. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളോടും ആ കഥ പറയുന്നു. ആ കഥ ഇങ്ങനെയാണ്. രാവിലെ എപ്പോഴൊക്കെ തിരുമേനി നട തുറന്നാലും എത്ര നേരത്തെ എണീറ്റ് നിർമാല്യം എന്ന മട്ടിൽ തന്നെ തൊഴാം എന്ന മട്ടിൽ കയറിയാലും അവിടെ ചെല്ലുമ്പോൾ 3-4 തെച്ചിപ്പൂ കിടക്കുകയും 2-3 വറ്റ് ചോറ് കിടക്കുകയും ചെയ്യൂത്രേ. അപ്പൊ ഇങ്ങനെ പ്രാചീന കാലത്ത് അവിടെ ഒരു കഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ക്ഷേത്രത്തിന് തിരുമറയൂർ എന്ന് പറയാൻ കാരണം അവിടെ വെച്ചാണ് അത്രേ മാൻ മറഞ്ഞു പോയത്. ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. രാമന്റെ കഥയുമായി ചേർത്ത് വെക്കാവുന്ന, കൃഷ്ണന്റെ കഥയുമായി, പാണ്ഡവരുടെ കഥയുമായി ഒക്കെ ചേർത്ത് വെക്കാവുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. അപ്പൊ ഈ സ്ഥലത്ത് മാൻ മറഞ്ഞുപോയി എന്ന സങ്കല്പത്തിലാണ് തിരുമറയൂർ എന്ന പേര് വന്നത് എന്നും ഈ പ്രദേശത്ത് ഹനുമാനാണ് ഭഗവാനെ സേവിക്കുന്നതെന്നും രാവിലെ ഭഗവാൻ ഒരു ഇല വെക്കാതെ, ഒരു പൂ വെക്കാതെ, ഒരു വറ്റു വെക്കാതെ ഇരിക്കാൻ പറ്റില്ല. സൈഡിൽ പോയി നിന്നോളും. ഇനി നിങ്ങൾ ബാക്കിയൊക്കെ നിർമ്മാല്യം എടുക്കോ വെക്കോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജകളൊക്കെ ചെയ്തോളൂ, ആദ്യത്തെ പൂജ എന്റെയാണ് എന്ന് പറയുന്ന നിസ്വനായിട്ടുള്ള ഭക്തി. ആലോചിച്ച് നോക്കൂ, ഇത് ലോകത്തെ ഏതെങ്കിലും ഒരു ധർമ്മത്തിൽ പെടുത്തി നിർത്താൻ നമുക്ക് സാധിക്കുമോ? ഒരു കുരങ്ങൻ എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനുഷ്യരെക്കാളും താഴെയാണ് പരിണാമ പ്രക്രിയയിൽ എന്നും ആണ് ശാസ്ത്രം പറയുന്നത്. ആ കുരങ്ങന് ഭഗവാനായി മാറാൻ പറ്റും. അതും ഇതും ഒന്ന് തന്നെ, ഇതും അതും ഒന്ന് തന്നെ. നേരത്തെ ഞാൻ പിറന്നാളിനെ പറ്റി പറഞ്ഞതുപോലെ ദൂരെ നിൽക്കുന്ന നക്ഷത്രവും നിന്റെ വീട്ടിന് മുമ്പിൽ ഇരിക്കുന്ന നിന്റെ പിറന്നാളിന്റെ വൃക്ഷവും നിന്റെ പിറന്നാള് ദ്വേദിപ്പിക്കുന്ന പക്ഷിയും മൃഗവും നീ ഉപാസിക്കേണ്ട ദേവതയും പിറന്നാളിനോട് ചേർന്നിട്ടുള്ള ദേവതയും ഒന്ന്, നീയും ഒന്ന്. ഈ ഓർമ്മപ്പെടുത്തലുകളിലാണ് ഒരു പക്ഷേ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ട് എങ്കിൽ അവരുടെ പഴയ വിഷു സങ്കല്പത്തിൽ സാക്ഷാൽ ഭഗവാനെ കണി കാണാനായിട്ട് കണ്ണൊന്ന് പൊത്തി പോയി ആ ഓട്ടുരുളിയിൽ വെച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം കണ്ടു വണങ്ങുമ്പോൾ വീട്ടിലെ മുതിർന്ന ജനങ്ങൾ കുട്ടികളോടായി പറയുന്നത്, എല്ലാരും കണി കണ്ടു കഴിഞ്ഞുവെങ്കിൽ ഇനി ഈ ഓട്ടുരുളി എടുത്ത് മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിനെ കാണിക്കാൻ. ഒരു ചടങ്ങുണ്ട് പലയിടങ്ങളിലും. ഇന്ന് കുട്ടികളോടത് പറയുകയോ മുതിർന്നവർ അത് സംസാരിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ എല്ലാരും കളിയാക്കും, വട്ടായിപ്പോയി, നസ്സായി എന്ന് തന്നെ പറയും. പ്ലാവിന് കണ്ണുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ നിനക്ക് എപ്രകാരം തന്നെയാണ് ഭഗവാനെ കണി കാണാൻ അവകാശമുള്ളത്, ആ അവകാശം തന്നെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിനും മാവിനും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഒരു സംസ്കാരം. ആ സംസ്കാരം എത്ര തീവ്രമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പ്ലാവിനെ കണി കാണിച്ചാൽ തീരില്ല, പിന്നെ എരുത്തിലിൽ നിൽക്കുന്ന, തൊഴുത്തിൽ നിൽക്കുന്ന പശുവിന്റെ അടുക്കലേക്ക് പശുവിനെ കണി കാണിച്ചു വരാൻ പറയും. ഈ സങ്കല്പം പഞ്ചമഹായജ്ഞങ്ങൾക്കകത്ത് ഭൂതയജ്ഞം നടത്തുന്ന പ്രക്രിയയുമായി ചേർത്ത് വായിക്കാം. പഞ്ചമഹായജ്ഞങ്ങൾ പലതാണ്. ഒന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞമാണ്. കുടുംബത്തിൽ തന്നെ ഉപാസന നടത്തുകയോ ജപം നടത്തുകയോ അല്ലെങ്കിൽ ഒരു യാഗം ഒക്കെ സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അത് ബ്രഹ്മയജ്ഞമായി നമുക്ക് കൂട്ടാം. രണ്ടാമത്തെ യജ്ഞം ദേവയജ്ഞമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ചെയ്യുന്നത് ദേവയജ്ഞമാണ്. ഭഗവാനെ പോയി തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണുക, ഭഗവാനെ സ്വയം സമർപ്പിക്കുക. അപ്രകാരം ചെയ്യുന്നതെല്ലാം യജ്ഞരൂപേണ ചെയ്താൽ പഞ്ചമഹായജ്ഞത്തിലെ രണ്ടാമത്തെ ദേവയജ്ഞമായി അത് പരിണമിക്കുന്നു. മൂന്നാമത്തത് പിതൃയജ്ഞമാണ്. ഇതും ഭാരതത്തിന്റെ, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ കെടാത്ത ഒരേടാണ് എന്ന് ഓർത്തു വെക്കണം. ആ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. പിതൃ എന്നാൽ നമ്മെ വിട്ടുപോകുന്ന ഒരാളല്ല, മറിച്ച് ഇവിടെ എവിടെയൊക്കെ തന്നെ അനുഗ്രഹാശസ്സുകളോടെ എന്നെയും നിങ്ങളെയും എന്നും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന എന്തോ ഒന്ന്. ആ ഒന്ന് ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക് പിതൃവിനെ എത്തിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. നിന്നെ ഭഗവാന്റെ അടുക്കലേക്ക് എത്തിക്കാൻ പിതൃവിനും ബാധ്യതയുണ്ട്. ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഈ കൊടുക്കൽ വാങ്ങലാണ് കർക്കിടക മാസങ്ങളിൽ നാം ഒരു ഉരുള ചോറ് വെച്ച് കാകന്റെ രൂപത്തിലോ, എങ്ങനെയാണ് പിതൃ വരുന്നതെന്ന് നമുക്കറിയില്ല, കാകനെന്ന് തന്നെ സങ്കല്പിച്ചുകൊണ്ട് കൈകൊട്ടി ഓടിവായോ കഴിച്ചോളൂ എന്ന് നമ്മൾ പറയുന്നത്. ഒരു സ്വർഗവും കൂടെ, ഒരു ദിവസവും കൂടെ സ്വർഗത്തിന്റെ അടുക്കലേക്ക് പിതൃവിനെ അടുപ്പിച്ചു കൊടുക്കുകയാണ് നാം ചെയ്യുന്നത്. അടുപ്പിച്ചു കൊടുക്കുന്നു. പിതൃവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ബാക്കി കിട്ടില്ല എന്ന മട്ടിൽ പിതൃവിനായി സമർപ്പിക്കുന്നത് എന്തും. എന്റെ തറവാട് വീടുകളിലൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, അമ്മമ്മയുടെ വീട്ടിലേക്കോ അച്ഛമ്മയുടെ വീട്ടിലേക്കോ ഒക്കെ പോകുന്ന നാളുകളിൽ, വിഷു, ഓണം പോലുള്ള പ്രധാന ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ, എല്ലാവരും ബന്ധുജനങ്ങൾ കൂടുന്ന വേളകളിൽ പ്രത്യേകിച്ചും സദ്യ ഒരുക്കിയിട്ട് ഒരു മുറിക്കകത്ത് സദ്യ മുഴുവൻ വിളമ്പി വെച്ചിട്ട് വാതിലടയ്ക്കും. അപ്പൊ കുട്ടികളോട് പറയും നോക്കരുതെന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഉറപ്പായും നോക്കും.
ജനലിലൂടെ പോയി ഞങ്ങളൊക്കെ നോക്കും, ഇതാരാണപ്പോ ഇവിടെ വരുന്നത്, വാതിലടച്ചിരിക്കുന്നു, നമുക്കും തരാതിരിക്കുന്നത്. നമ്മൾ ആരെയും കാണില്ല, പക്ഷെ ആ സങ്കല്പം ഇപ്പൊ മനസ്സിലുണ്ട്. അത് പിതൃവിന് കൊടുക്കുവാണ്. പിതൃ വന്നോ കഴിച്ചോ എന്നൊന്നും നമുക്കറിയില്ല, ഭഗവാനെ നിവേദിക്കുന്നത് പോലെയാണ്. കഴിച്ചിട്ടുണ്ടാവും എന്നതാണ് നമുക്ക് സങ്കല്പം. അവിടെ കൊടുക്കാതെ എനിക്ക് അറിഞ്ഞാലോ കേട്ടോ എന്നാണ് സങ്കല്പം. നോക്കൂ എത്ര മനോഹരാണ്. ഒരു ജനതയും കൊല്ലാനും തിന്നാനും ഉന്മൂലനം ചെയ്യാനും അഹിതമെന്ന് പറയാനും ദൂരത്ത് പോ എന്ന് പറയുകയും ചെയ്യാത്ത ഒരു സമൂഹം. ആ സമൂഹത്തിനാണ് അത് കൊള്ളുകയല്ലാത്തതാണ്, അത് ചീത്തയാണ്, അതില്ലാത്തതാണ്, അത് സനാതനം അല്ലാതെ ഇരിക്കുന്നത് മട്ടിൽ അതിനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്. തിരിച്ചു പിടിക്കണ്ടേ? ഓരോ സനാതന ധർമ്മ വിശ്വാസിയും തന്റെ നട്ടെല്ല് നിവർത്തി വെച്ചുകൊണ്ട് തന്നെ ലോകത്തിന്റെ നുറുകയിൽ നിന്ന് ഉറക്കെ ലോകത്തോടായി തന്നെ പറയണം. ഒരു ഉദാഹരണം പറയൂ, ഏതെങ്കിലും ഒരു സംസ്കാരത്തെ പുലഭ്യം പറഞ്ഞ കഥ, ഒരു സംസ്കാരത്തെ മാറ്റി നിർത്തിയ കഥ. ഇവിടെയെല്ലാം അധിനിവേശ ശക്തികൾ പല രീതിയിൽ വരികയും കടന്നാക്രമിക്കുകയും ഇതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോ ഈ സനാതന ധർമ്മ വിശ്വാസി എന്താ ചെയ്തത്? 18 തവണയാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത്. മല്ലകണക്കിന് സ്വർണമാണ് ഗസ്നിയും ഗോറിയും കൈയിട്ട് വാരി കൊണ്ടുപോയത്, കട്ടുകൊണ്ടുപോകാൻ തന്നെയാണ് മനുഷ്യരൊക്കെ വന്നത്. ബ്രിട്ടീഷുകാര് അതിനെ വളരെ മനോഹരമായ പദത്തിൽ ഇവിടുത്തെ രാജാക്കന്മാര് സമ്മാനിച്ചതെന്ന് പറയും. സമ്മാനിച്ചത് എന്നത് അവരുടെ മനോഹര പദം, കട്ടെടുത്തത് എന്നുള്ളതാണ് സത്യം. കട്ടെടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ രാജ്യം ദരിദ്രമായിരുന്നു എന്നും ഭാരതം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തതാണെന്നും ഉറക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് അവരുടെ മാർഗദർശിയായി നിന്നത്, ഗുരുവായി നിന്നത് മെക്കാളെ സാഹിബാണ്. മെക്കാളെ സാഹിബ് ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു കത്തെഴുതി ഒരുപാട് രാജ്യങ്ങളെ നമ്മൾ കീഴടക്കി കേട്ടോ. പക്ഷെ ഈ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിൽ 30 ലക്ഷത്തിൽ പരം സക്രിയമായിട്ടുള്ള ഗുരുകുലങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ, മറ്റു രാജ്യങ്ങളിലില്ല, മറ്റു പലയിടത്തും വന്നപ്പോഴേക്കും അവിടെയെല്ലാം ഒരു എന്താ പറയാ, പ്രാകൃതം എന്ന് തന്നെ വിളിക്കാവുന്ന തരം ഒരു സംസ്കാരമാണ് നിലനിന്നത് എങ്കിൽ ഈ രാജ്യത്തിന് മാത്രം ഗംഭീരമായിട്ടുള്ള ഒരു സംസ്കാര ബോധമുണ്ട്, സജീവമായിട്ടുള്ള ജ്ഞാനസമ്പത്തുണ്ട്. ആ ജ്ഞാനസമ്പത്തിനെ കെടുത്താൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ ഒരു മാർഗം അവലംബിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തെ കീഴടക്കാൻ നമുക്ക് പറ്റില്ല. പറഞ്ഞ മാർഗം എന്താണ്? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് ഈ രാജ്യത്തിലെ ആളുകൾക്ക് സ്വയം അപമാന ബോധം ഉണ്ടാവണം. അതിൽ ബ്രിട്ടീഷുകാർ കേമമായി ജയിച്ചു. ഇതിന് തൊട്ടു മുമ്പ് വന്ന ആൾക്കാരെല്ലാം ഗസ്നി ഗോറി പോലുള്ള പ്രദേശത്ത് അല്ല, അത്തരം ആൾക്കാർ അഫ്ഗാൻ പോലുള്ള ഗാന്ധാര ദേശത്ത് നിന്ന്, ഗാന്ധാരം എന്ന് തീർച്ചയായും പറയണം, കാരണം മഹാഭാരതത്തിൽ ഗാന്ധാരി വന്ന ശകുനിയുടേതായിട്ടുള്ള നാടാണ് ഗാന്ധാരം. ഇന്നത്തെ ഖണ്ഡഹാർ എന്നൊക്കെ പറയുന്ന അഫ്ഗാൻ പ്രദേശം, ഇതെല്ലാം അവിഭക്ത ഭാരതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. നോക്കൂ, അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടി വന്ന ഗസ്നിയും ഗോറിയും ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോ ഇവിടുത്തെ മുഴുവൻ സ്വർണം മല്ല് കണക്കിന്, മല്ല് എന്ന് പറയുന്നത് കിലോയുടെയും അപ്പുറമാണ്, അങ്ങനെ കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോൾ മനുഷ്യരോടായി അവിടുത്തെ വിഗ്രഹങ്ങൾ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോ ലക്ഷക്കണക്കിന് ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് വിഗ്രഹവും കെട്ടിപ്പിടിച്ച് സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടിയത്. ആയിരക്കണക്കിന് ജഡങ്ങൾ പൊങ്ങിക്കിടന്നു, വിഗ്രഹം കിട്ടിയില്ല. അടുത്ത വരവിന് 18 തവണയാണ് വന്നത്. അടുത്ത തവണ വരുമ്പോഴേക്കും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം ചാടി മരിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമ്മുടെ അപ്പനെ കൊടുത്തിട്ടില്ല, നമ്മുടെ വിഗ്രഹം കൊടുത്തിട്ടില്ല, അത് അവിടെ ഉണ്ട്. അടുത്ത തലമുറ അതിനെ കൊണ്ടുവരും, വീണ്ടും പൂർവാധികം ഭംഗിയോടെ പ്രതിഷ്ഠിക്കും, വീണ്ടും വരും. 18 തവണ. ഹിസ്റ്ററി നോക്കുക, ചരിത്രം നോക്കുക. എന്ത് ടീച്ചർ പറഞ്ഞു എന്നതുകൊണ്ട് വിശ്വസിക്കണമെന്നില്ല. 18 തവണ വന്നപ്പോഴും ഇത് ഗംഭീരമായി കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന സദ്ഗുരു ഒരു ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കേൾക്കുകയും ചെയ്തു. എന്നെ അമ്പരപ്പിച്ചു. ഇതാണ് ഭാരതീയത, ഇതാണ് സനാതന ധർമ്മ വിശ്വാസം. നിങ്ങൾ ഞങ്ങളുടെ അമ്പലത്തെ ആക്രമിച്ചാൽ സാരമില്ല, ഞങ്ങൾ വീട്ടിലൊരു അമ്പലം ഉണ്ടാക്കി വെക്കും. ഇനി നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ അമ്പലത്തിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂജാമുറിയെ ആക്രമിച്ചാൽ ഞങ്ങൾ ആ വിഗ്രഹത്തിന് കുഞ്ഞു രൂപത്തിൽ മോതിരമായിട്ടും മാലയുടെ അറ്റത്തും കോർത്തു വെക്കും. ഇനി നിങ്ങൾ ഇതും വലിച്ചു പറിച്ച് കളഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ മനസ്സിനകത്ത് ഞങ്ങൾ ചേർത്ത് വെക്കും, അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു തതിയെ ഇല്ലാതെയാക്കാൻ ആർക്കാ സാധിക്കുക? ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിശ്വാസം എന്നത്, നമ്മുടെ സംസ്കാരം എന്നത്, നമ്മുടെ ചിന്തകൾ എന്നത്, നമ്മുടെ ബിംബങ്ങൾ എന്നത്, നമ്മുടെ ആചാരങ്ങൾ എന്നത്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്നത് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്താ വെച്ചിരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്നത് അപ്രസക്തമാണ്. അതിൻ്റെ ഉള്ളിലെ ഞാനുണ്ടല്ലോ, ആ ഞാനാകാനാണ് എൻ്റെ കൊതി. അതാണ് അഹം ബ്രഹ്മം.
ആ ഞാനാകാൻ എനിക്കൊരു ജന്മം അല്ലെങ്കിൽ 2 ജന്മം അല്ലെങ്കിൽ 1000 ജന്മം എടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല എനിക്ക്. പക്ഷെ അത് ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഇന്ന് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രബലമായി നിൽക്കുന്ന പല ക്ഷേത്ര സങ്കല്പങ്ങളും ക്ഷേത്രങ്ങളും. ക്ഷേത്രം എന്ന് പറയുന്നത് ഇതര സംസ്കാരങ്ങളെ പോലെ നമുക്ക് പ്രാർത്ഥനാലയങ്ങളല്ല. പ്രാർത്ഥിക്കാൻ ഒത്തുകൂടേണ്ട എല്ലാവരും കൂടെ ഉറക്കെ 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 അങ്ങനെയുള്ള ഇടങ്ങളല്ല, മറിച്ച് ഇതെല്ലാം ഊർജസ്തംഭങ്ങളാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. കേമമായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഭൂമിയുടെ ഏറ്റവും, അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ കാലൊന്ന് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പെരുവിരലിൽ ആ തരിപ്പ് കയറുന്നത്. അതെങ്ങനെയാ, എവിടെ നിന്നാ വന്നിരിക്കുന്നത്? അത് ഇവിടെയുള്ള ഒരു ഊർജമാണ്. നോക്കൂ, ഇവിടെ ഇത്രയും ആൾക്കാർ ക്ഷമയോടുകൂടി തന്നെ ക്യൂ കയറി തൊഴുത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നിൽക്കണമെങ്കിൽ എന്തോ ഒരു അത്ഭുതം ഇവിടെ ഇല്ലേ? ഈ അത്ഭുതം എന്ന് പറയുന്നതാണ് ആ മൂർത്തി. ആ മൂർത്തി തന്നെയാണ് നിന്റെ ഉള്ളിലും. ആ മൂർത്തിയായി മാറാനോ ആ മൂർത്തിയിൽ വിലയം പ്രാപിക്കാനാണോ അതാണ് നിന്റെ ജീവിതം. അതാകണം, നരൻ നാരായണനാകണം എന്ന് പറഞ്ഞു തന്ന സാക്ഷാൽ പാർത്ഥസാരഥിയാണ്. എന്ന് മാത്രമല്ല, ജീവിതമാകുന്ന തേരിൽ തെളിക്കാനായിട്ട് തേരാളിയായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് നിർത്തിക്കോളൂ. അദ്ദേഹം കൃത്യമായി ദിശ കാട്ടി തരും. ഞാൻ പറഞ്ഞു നിർത്തിയത് മെക്കാളെ സാഹിബ് രാജ്ഞിക്ക് എഴുതിയ കത്താണ്. രാജ്ഞിയോടായി പറഞ്ഞു, ഇവിടെ 30 ലക്ഷം ഗംഭീരമായി പ്രവർത്തിക്കുന്ന ഗുരുകുലങ്ങളുണ്ട്. ഈ ഗുരുകുലങ്ങളിൽ നിന്ന് അപാരമായിട്ടുള്ള അറിവാണ് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാം എല്ലാം ഒന്നുകൂടി മനസ്സ് ഉറപ്പിക്കേണ്ടതുണ്ട്. ദശാവതാരത്തിന്റെ ക്രമം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ അവതാരം മത്സ്യകൂർമ്മ വരാഹശ്യ നരസിംഹശ്ച വാമന രാമേ രാമേതി രാമശ്ച കൃഷ്ണ ഖട്കീത്യം ഈ ദശാവതാരത്തിന് പറഞ്ഞു വെക്കുന്നത് 10 ഈ സങ്കല്പത്തിലാണ്. ഭാഗവതം ഇച്ചിരി കൂട്ടിയും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ ചേർത്താണ് ഇവിടെ ദശാവതാര ചാർട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മത്സ്യം എന്തിനാ ആദ്യം വെച്ചത്? അപ്പോ ഡാർവിൻ എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ വൈദേശികനായിട്ടുള്ള ശാസ്ത്രജ്ഞനെ ഒന്ന് നോക്കണം. 19-ാം നൂറ്റാണ്ടിന്റെ ലോകത്തിലെ ഗംഭീര കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് ശ്ലാഘിച്ചു കൊണ്ടുവന്നതാണ് അമീബയാണ് ആദ്യം ഉണ്ടായത്. എന്നിട്ട് അതിൽ നിന്ന് പരിണാമം സംഭവിച്ച് ഏറ്റവും ഒടുവിലാണ് കുരങ്ങളിൽ നിന്ന് മനുഷ്യനായി മാറിയത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എത്ര ലക്ഷമുണ്ടോ, എത്ര മന്വന്തരങ്ങൾക്ക് മുമ്പാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ നമ്മുടെ പൂർവ്വസൂരികൾ എഴുതി വെച്ചിരിക്കുന്നു. ആദ്യം കൊണ്ടൊന്നും വരാഹത്തിനെ വെച്ചില്ല, ആദ്യം കൊണ്ടൊന്നും മനുഷ്യനെയോ നരസിംഹത്തെയോ വെച്ചില്ല. ക്രമം നോക്കൂ, എത്ര മനോഹരമായിട്ട്, എത്ര ശാസ്ത്ര നിബദ്ധമായിട്ടാണെന്ന്. ആദ്യം മത്സ്യം, പിന്നെ കൂർമ്മം. ആദ്യം ജലത്തിലാണ് അവതാരമുണ്ടായത്, ജീവനുണ്ടായത്. അതിൽ നിന്ന് ജലത്തിലും കരയിലും സഞ്ചരിക്കാവുന്ന ജീവനുണ്ടായി. അതിനുശേഷമാണ് അതിനൊരു പരിവർത്തനം വന്നത്. 4 കാലിൽ ഓടി നടക്കാവുന്ന വരാഹ രൂപത്തിൽ, പന്നിയുടേതായിട്ടുള്ള രൂപത്തിൽ. ഭഗവാന്റെ അവതാരമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അത് ഭൂമിയെ തേറ്റയിൽ കോർത്ത് വെക്കാനാണെങ്കിലും, താഴ്ന്നുപോയ മന്ധരപർവ്വതത്തെ തന്റെ മുതുകിൽ തന്നെ നിവർത്തി നിർത്താനാണെങ്കിലും, അതൊക്കെ സങ്കല്പം അവിടെ നിൽക്കട്ടെ, ആ കഥയെല്ലാം അവിടെ നിൽക്കട്ടെ. ആ കഥയ്ക്ക് പിന്നിലെ ശാസ്ത്രമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ക്രമം തെറ്റാതെ എങ്ങനെയാ പോകുന്നത്? മനുഷ്യക്കുരങ്ങ് എന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ കൃത്യമായി തന്നെയാണ് അവിടെ നരസിംഹം എന്ന് പറയുന്ന പകുതി മനുഷ്യനും പകുതി സിംഹവും, പകുതി മനുഷ്യൻ പകുതി മൃഗം, ഈ സങ്കല്പം വരുന്നത്. കുറിയ മനുഷ്യനാണ്, എസ്കിമോകളാണ് ആദ്യ മനുഷ്യന്മാർ എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ വാമനൻ ചെറിയ കുറിയ രൂപത്തിൽ തന്നെ എന്തുകൊണ്ട് അവിടെ വരുന്നു? അതിനു മുമ്പ് രാമനെ കൊണ്ടുവന്നുണ്ടായിരുന്നു. കൊണ്ടുവരാതെ കൃത്യമായി പറഞ്ഞു പോകുമ്പോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലോ കഥ പറഞ്ഞു തന്നാ മറക്കൂലല്ലോ. അങ്ങനെയാണ് കഥ പോകുന്നത്. ഇനി 3 രാമന്മാരെ ക്രമമായി നിർത്തുന്നതിനും ഒരു കഥയുണ്ട്. യോദ്ധാവായിട്ടുള്ള രാമൻ, കൃഷിവലനായിട്ടുള്ള രാമൻ, രാജാവായിട്ടുള്ള രാമൻ. എങ്ങനെയാണ് മനുഷ്യന് പരിണാമം, മനുഷ്യ സംസ്കാരത്തിന് പരിണാമം വന്നത്? ആ സംസ്കാരത്തിന്റെ പരിണാമ വ്യവസ്ഥയിൽ തന്നെയാണ് 3 രാമന്മാരുടെയും രംഗപ്രവേശം. പിന്നെ സമ്പൂർണ്ണ അവതാരം എന്ന മട്ടിൽ കൃഷ്ണ ഭഗവാനെ പറ്റി പറയാതെ വയ്യ. കൃഷ്ണനും രാമനും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് ഇതിവിടെ സംഭവിച്ചു എന്ന അർത്ഥത്തിലുള്ള ഇതിഹാസത്തിൽ മാത്രമല്ല. ഈ ഇതിഹാസം എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ എവിടെയോ നടന്നതാണ്. ആരോ പറയുന്നത് കേട്ടു, അവിടെ ഒരു രാജ്യം, ഇവിടെ ഒരു രാജ്യം, 2 രാജ്യത്തെ രാജാക്കന്മാർ, നടുക്കൊരു തോട് പോയിട്ടുണ്ടായിരുന്നു. ഏതാ തോട്? ഇന്ത്യൻ മഹാസമുദ്രം.
പരിഹസിച്ച് പറഞ്ഞതാണ്. പരിഹസിച്ച് പറഞ്ഞവരോട് തിരിഞ്ഞു നിന്ന് ചോദിക്കണ്ട, പക്ഷെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ വെക്കണം. മേളിൽ നിന്ന് സാറ്റലൈറ്റിന്റെ വ്യൂസ് ഇപ്പോഴും ഉണ്ട്. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ സൃഷ്ടിക്കുന്ന ഉപഗ്രഹങ്ങൾ ചിത്രമെടുക്കുമ്പോൾ ഇപ്പോഴും രാമസേതു അണവെട്ടാതെ മുറിയാതെ മേളിൽ നിന്ന് ചിത്രമെടുക്കാൻ കിട്ടുന്നു. അത് മനുഷ്യനിർമ്മിതമാണ്. അത് ശാസ്ത്രം പഠനം നടത്തിയപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന കല്ലുകളും ആ ഭൂമിയിലെ കല്ലുകളും അല്ലെങ്കിൽ മണ്ണുമായി വ്യത്യാസമുണ്ട്, കാലത്തിന് വ്യത്യാസമുണ്ട്. അതിന്റെ അർത്ഥം അവിടെ ഒരു അണ കെട്ടിയിട്ടുണ്ട്. ഈ അണ കെട്ടുകയല്ല ചെയ്തത്, ശരിക്ക് പാലുണ്ടാക്കുക ചെയ്തത്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അണ എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തലാണ്, പാലം എന്ന് പറഞ്ഞാൽ അക്കരെ ഇക്കരെ പോവുകലാണ്. സനാതനധർമ്മം അതാണ്. അക്കരെ ഇക്കരെ പോണം, കൈതാ ഇങ്ങു വാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകൂ. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾക്കായിട്ട് കൈനീട്ടി വെക്കുന്ന ഗംഭീരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഒരു ധർമ്മമാണ് നമ്മളുടേത്. തടഞ്ഞു വെച്ചിട്ട് ഇതിനപ്പുറം നീ പോണ്ട, നിന്റെ കഴുത്ത് വെട്ടിക്കളയും, അതല്ല സംസ്കാരം, അതല്ല നമ്മുടെ സംസ്കാരം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. സമുദ്രത്തിന് തരണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പും രാമൻ വന്ദിച്ചു. നവരാത്രി ആഘോഷ പരിപാടികൾക്ക് നമ്മളിങ്ങനെ തയ്യാറായി ഒക്കെ വരികയാണ്. അതുകൊണ്ട് നമുക്കതറിയാം. കഴിഞ്ഞതേ ഉള്ളൂ, നവരാത്രി ആഘോഷ പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ. 10 ദിവസം എന്ന് പറയുന്നത് 9 രാത്രികളിൽ ഉപാസനയോടുകൂടി ഭഗവതിയെ ധ്യാനിക്കുകയും 10ാം ദിവസം വിജയം രാമന് ലഭിക്കാൻ ഉള്ള പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെട്ടു എന്നും ദസറയ്ക്കൊരു കഥയുണ്ട്. രാവണനെ കൊന്ന ദിവസമായതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ 10 തലയുള്ള രാവണനെ 20 കൈകളുള്ള രാവണനെ നെടുകെ നിർത്തിയിട്ട് എല്ലാത്തിലേക്കും തീയുടെ അമ്പെയ്തിട്ട് ആഘോഷപൂർവ്വം ആളുകൾ കൊണ്ടാടുന്നത്. വിജയത്തിന്റെ ദിവസം ദശമി എന്ന് പറയുന്നത് വിജയദശമി ആകുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പൊ രാമനും കൃഷ്ണനും നമ്മുടെയൊക്കെ ജീവിതത്തിനോട് എങ്ങനെ ചേർന്ന് ആഘോഷ പരിപാടികളിൽ എങ്ങനെ ചേർന്ന് കിടക്കുന്നു എന്നതൊന്ന് ആലോചിക്കണം. രാമന്റെയും കൃഷ്ണന്റെയും കഥ ഒന്ന് ചേർത്തു വെക്കണം. ഇതിവിടെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇവർ കേവലം മനുഷ്യരായി ജന്മമെടുത്ത് കേവലം മനുഷ്യരായി തന്നെ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായി തന്നെ ജീവിക്കുകയും എന്നാൽ അസാധാരണത്വം അവരുടെ ജീവിതത്തിനോടുള്ള നോക്കിക്കാണലുകളിൽ പുലർത്തി എന്നുമാണ് അവരെ അവതാരങ്ങളാക്കുന്നത്. രാമന്റെ ഉദാഹരണം ഒന്ന് എടുത്തു നോക്കാം. ജീവിതത്തെ സമാധാനം എന്ന് പറയുന്ന രാമൻ സരയൂ നദിയിൽ പോയി ഒന്ന് മുങ്ങിയ സമയത്തെങ്കിലും നേടിയോ എന്ന് നമുക്കറിയില്ല. ജനിച്ചത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരവസ്ഥയിൽ, പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്ത് കാത്തിരുന്ന് ആദ്യം കുടുംബത്തിൽ മകനായി വന്നു. പക്ഷെ മകനായി വന്ന് ഇച്ചിരി ഒന്ന് കളിച്ചതേ ഉള്ളൂ. കളിപ്രായം മാറുന്നതിന് മുമ്പ് വിശ്വാമിത്രൻ പറഞ്ഞു, ഇങ്ങ് വിട്ടേക്കാവോ, താടകയെ കൊല്ലണമായിരുന്നു. കഥ നോക്കൂ പോകുന്നത്. ഈ ബാലകരല്ലേ, എങ്ങനെ ഞാൻ വിടുമെന്ന് വിഷമിച്ചു നിന്നു ദശരഥൻ. കാത്തുകാത്ത് കിട്ടിയ കുട്ടികളാണ്. പക്ഷേ വസിഷ്ഠ മുനി പറഞ്ഞു കൊടുത്തു, ഇതാണ് ഗുരുവും അച്ഛനും അമ്മയും കുട്ടിയും ചേരുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള തത്വശാസ്ത്രം ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞു തരുന്നത് നമ്മുടെ ധർമ്മം. ഇന്ന് കുട്ടികളെ നയിക്കാൻ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ സാധിക്കാതെ പോകുന്നു. വരും തലമുറ എന്നത്, അടുത്ത തലമുറ എന്ന് പറയുന്നത് കേമരാക്കി അവരെ മാറ്റാൻ വേണ്ട കെൽപ്പുള്ള ഗുരുക്കന്മാരോ രക്ഷകർത്താക്കളോ ഇല്ലാതെ പോകുമ്പോൾ രാമന്റെ കഥ പ്രസക്തമാകുന്നു. വിശ്വാമിത്രൻ കൊണ്ടുപോയത് വെറുതെ അല്ല, ബലയും അതിബലയും ഗംഭീരമായി ഉരുക്കഴിച്ചു കൊടുത്തു, പഠിപ്പിച്ചു. ചുത്തുണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല, വിശപ്പും ദാഹവും ഉണ്ടാവില്ല. താടക എന്ന് പറയുന്ന ഭയങ്കരിയായിട്ടുള്ള രാക്ഷസിയെ ഉന്മൂലനം ചെയ്തു. രാമൻ കേമനായിട്ടുള്ള രാജാവാകണമെങ്കിൽ അവൻ വളരേണ്ടത് കൊട്ടാരത്തിലല്ല, അതികഠിനമായിട്ടുള്ള വനത്തിലാണ് എന്നുള്ള ഗംഭീരമായിട്ടുള്ള പാഠമാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അങ്ങനെ വളർന്ന് വലുതായിട്ടോ സീതാ സ്വയംവരം നടത്തി, ത്രയംബകം ഒടിച്ചു, സ്വന്താക്കി, വന്ന വഴി തന്നെ പരശുരാമന്റെ നിൽക്കുന്നു. പരശുരാമന്റെ അഹങ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൗതികത എന്ന് പറയുന്നത്, ക്ഷാത്രവീര്യം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടാണ് അങ്ങ് പോകുന്നത്, നിഷ്ക്രമിക്കുന്നത്. അതും കഥയ്ക്കുള്ളിലെ കഥ. അതിനുശേഷമോ എവിടത്തെ ഇപ്പൊ രാജാഭിഷേകമാണ്, രാജാവാകാൻ പോകുന്നു. ഉടനെ കൈകേയിയുടെ മന്ധരയുടെ ഒക്കെ രംഗപ്രവേശം. അച്ഛന്റെ വാക്ക് പാലിക്കാനായി തന്നെ പോയി. 14 വത്സരം അവിടെ നിവസിച്ചു. അതിനിടയിൽ ഭാര്യയെ നഷ്ടായപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാരും കളി പറയും, എല്ലാരും കലഹിക്കും, എല്ലാരും രാമനെ എന്നും പല സ്ത്രീകളും പല അമ്മമാരും എന്നോട് കലഹിച്ചെന്നോണം പറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് കഷ്ടായിപ്പോയി മോളെ, രാമൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണ് ഗർഭിണിയായിട്ടുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആലോചിക്കണം. രാമന്റെ അച്ഛന് 3 ഭാര്യമാരാ. ഭാര്യയോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയെ സ്വന്തമാക്കുന്ന നിമിഷം തന്നെ നീയല്ലാതെ മറ്റൊരുവൾ എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ശപഥമെടുക്കേണ്ട കാര്യമില്ല. ഇത് സനാതനധർമ്മ വിശ്വാസിയെങ്കിലും പഠിക്കണേ. എങ്കിലേ നമ്മുടെ നേരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ട അറിവ് നമുക്കുണ്ടാവുകയുള്ളൂ.
നീ മാത്രമാണ് എനിക്ക് ഭാര്യ എന്ന് രാമൻ പറഞ്ഞത് സരയൂ നദിയിൽ നിമജ്ജനം ചെയ്ത് സായുജ്യം നേടുന്ന നിമിഷം വരെ ഭഗവാൻ പാലിച്ചു. എന്തുകൊണ്ട് സീതയെ ഉപേക്ഷിച്ചു? രാമൻ വെറും ശ്രീരാമൻ മാത്രമല്ല, രാമൻ രാജാവാണ്. ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും രാജ്യഭരണം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഗംഭീരരായിട്ടുള്ള രാജാക്കന്മാർ അധിവസിച്ച നാടാണ് നമ്മുടേത്. അത്തരം നാടിനെ രാമരാജ്യം എന്നും പറയുന്നത്, നമ്മുടെ സങ്കല്പത്തിലെ ഗംഭീരമായിട്ടുള്ള രാഷ്ട്രം രാമരാജ്യം എന്ന് നമ്മൾ ഘോഷിക്കുന്നതും ഈ അർത്ഥത്തിലാണ്. പ്രജയാണ് അവിടെ പ്രധാനി. പ്രജ പറയുന്നു ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ, ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, ഇവൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഇവളുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി അടുത്ത രാജാവാകാൻ യോഗ്യനല്ല എന്നാണ് അർത്ഥം. രാമന്റേതല്ല എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത രാജാവാകേണ്ടവൻ അവനാണ്, അല്ലെങ്കിൽ അവളാണ്, അവളോ അവനോ ആണ്. അങ്ങനെ ആ രാജാവിന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ ആ രാജാവിന് ഭരിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ വേറൊരു മാർഗവും ഇല്ല. സീതയെ സംശയിച്ചിട്ടല്ല, മറിച്ച് രാജാവിന് അങ്ങനെയല്ല, രാമൻ എന്ന രാജാവിന് അങ്ങനെ അല്ലാതെ പറ്റില്ല. ഇനി ത്യജിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാമൻ വേറെ കല്യാണം കഴിച്ചോ? മരിക്കുന്നവരെയും കല്യാണം കഴിച്ചോ? കേമമായിട്ടുള്ള രാജസൂയം നടത്തിയപ്പോ വസിഷ്ഠൻ തൊട്ടടുക്കൽ വന്ന് നിന്ന് രാമനോടായി പറഞ്ഞായിരുന്നു, രാമ, വെറുതെ ഒരാൾക്ക് നടത്താൻ പറ്റില്ല, ഇത് ഗൃഹസ്ഥാശ്രമികൾക്ക് മാത്രം നടത്തേണ്ടതാണ്. രാജാവ് ഇരുന്നാ പോരാ, രാജപത്നിയും അടുത്തിരിക്കണം. രാമൻ ചെയ്തതെന്താ? കഥ അറിയാലോ നിങ്ങൾക്കൊക്കെ. രാമൻ ചെയ്തതെന്താ? കനകത്തിൽ, സ്വർണത്തിൽ സീതയെ തന്നെ അവിടെ പണിത് വെക്കുകയാണ് ചെയ്തത്. എനിക്കൊരു ഭാര്യയുള്ളൂ, ഒറ്റ ഭാര്യയുള്ളൂ. അവളെ ചുമ്മാ ക്ലാവ് പിടിച്ചതായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ അല്ല ചെയ്യേണ്ടത്. സ്വർണത്തിൽ ഞാൻ അവിടെ വെക്കുന്നു. കാഞ്ചന സീത എന്ന സങ്കല്പം അങ്ങനെയാണ്. അവിടേക്ക് ലവകുശന്മാർ വരുന്നു. ഇനി ലവകുശന്മാരുമായിട്ടുള്ള യുദ്ധമുണ്ടായി. ഇതൊക്കെ ഉത്തരരാമചരിതത്തിലാണ് കേട്ടോ. സാക്ഷാൽ വാൽമീകി രാമചരിതം പുത്ര പട്ടാഭിഷേകത്തോടുകൂടി അവസാനിക്കുകയാണ്. ഉത്തരരാമചരിതം, തുളസിദാസിന്റെ ഉത്തരരാമചരിതത്തിലാണ് ഈ കഥ. ലവനും കുശനും ഭാര്യയെ കളയുന്നതും തിരിച്ചു വരുന്നതും ഒക്കെയുള്ള കഥ. ഒരുപാട് രാമായണങ്ങളുണ്ട്, അതും അറിയണം. 458 പരം കേമമായിട്ടുള്ള അല്ലെങ്കിൽ മൂലഗ്രന്ഥങ്ങൾ എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന വാൽമീകിയുടേതടക്കമുള്ള രാമായണങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് അതിന്റെ ഉപാഖ്യാനങ്ങളുണ്ട്. ഞാനിപ്പോ നിങ്ങളുമായി സംസാരിക്കുമ്പം ദശലക്ഷക്കണക്കിന് നടത്തുന്ന ഒരു രാമായണമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലൂടെയൊക്കെ ഒരു രാമന്റെ കഥ ഓടുമ്പോൾ അവിടെയും എത്രയോ കോടാനുകോടി രാമന്മാർ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രാമായണത്തിന് മരണമില്ല എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഈ അടുത്ത ദിവസം വായിച്ച ഒരു പുസ്തകം ജൈനന്റെ രാമായണമാണ്. അത്ഭുതപ്പെടുത്തി എന്നെ. ജൈനന്റെ രാമായണത്തിൽ രാവണനെ കൊല്ലുന്നത് സീതയാണ്. കഥ നോക്കൂ മാറുന്നത്. സീത, യോദ്ധാവായിട്ടുള്ള സീതയാണ് അവിടുത്തെ സങ്കല്പം. അവിടെ രാമനെക്കാളും ഗംഭീരമായി നിൽക്കുന്നത് സീത എന്ന് പറയുന്ന സങ്കല്പത്തിലാണ്. സീത പോയി രാവണനെ കൊല്ലുന്നു. ഇതും ഒരു രാമായണം. ഇന്തോനേഷ്യയിൽ പോകൂ, മാൽദീവ്സിൽ പോകൂ, നമ്മുടെ ചൈനയുടെ ഈ ബോർഡറുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പോകൂ. അവിടെയൊക്കെ ഓരോ തരം രാമായണങ്ങളും ഓരോ തരം വ്യാഖ്യാനങ്ങളും ഉണ്ട്. ആളുകൾക്കൊക്കെ രാമനെന്നും ലക്ഷ്മണനെന്നും പേരുകളുമുണ്ട്. നോക്കൂ, രാമൻ എന്ന് പറയുന്നത്, രാമായണം എന്ന് പറയുന്നത് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ജ്വലിതമായി നിൽക്കുന്നു. ഇനി ഏറ്റവും ഒടുവിലോ സീത അന്തർധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ തീരുമാനമെടുത്തു, രാജസൂയോ ഇല്ല, ബാക്കിയൊന്നുമില്ല, സരയൂ നദിയിലേക്ക്. ഒരാൾ ഭൂവിലേക്കാണ് പോയത്, പഞ്ചഭൂതത്തിലെ ഭൂവിലേക്കാണ് പോയതെങ്കിൽ മറ്റേയാൾ ജലത്തിലേക്ക് പോയി. കഴിഞ്ഞ സെപ്റ്റംബർ മാസം എനിക്ക് സരയൂ നദിയിൽ നിന്ന് സരയൂ ആരതി കാണാനുള്ള ഭാഗ്യവും ഉണ്ടായി. അപ്പൊ ഞാനിങ്ങനെ ആ ജലം സ്പർശിക്കുകയും പറയുമ്പോ തന്നെ ജലം സ്പർശിക്കുകയും ആ ജലം ഒന്ന് നെറുകയിൽ ഇടുകയും ചെയ്തപ്പോ ഞാൻ ആലോചിച്ചു, ഭഗവാനെ, ഇവിടെയാണല്ലോ ശ്രീരാമചന്ദ്രദേവൻ ഇറങ്ങി. ഞാൻ എങ്ങനെയാണ് പഞ്ചഭൂതത്തിൽ ലയിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നമ്മുടെ പൂർവ്വസൂരികൾ കട്ടിത്തരികയാണ്. ആകാശത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്തത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ടാണ് അത് സമ്പൂർണ്ണം എന്ന് തന്നെ നമുക്ക് പറയാവുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ജീവിതങ്ങൾ മുഴുവൻ സംഘടനകൾ, ബുദ്ധിമുട്ടുകൾ, വ്യഥകൾ, വ്യാകുലതകൾ നിറഞ്ഞതാണ്. ഒരു സമയമെങ്കിലും അയ്യോ എന്തിനാ എനിക്ക് ഈ ജന്മം തന്നത് എന്ന് ചോദിക്കുന്നുണ്ടോ? അപ്പൊ സ്വയം നമ്മളൊന്ന് ചോദിക്കണം. ഇന്നത്തെ ദിവസം എത്ര തവണ ഞാനും നിങ്ങളും ഇതൊന്ന് ചോദിച്ചു? വല്ലാത്ത കാര്യമായിട്ട് പോയി കേട്ടോ ഭഗവാനെ. ആറന്മുളത്തപ്പ വല്ലാത്ത ചെയ്ത്തായിപ്പോ എന്നോട് ചെയ്തു. ഈ ചെയ്ത്ത് എന്നോട് വേണ്ടായിരുന്നു അല്ലേ? നമ്മള് ദിനം പ്രതി ഇത് ചോദിക്കുമ്പോ എന്നാ നമ്മളൊക്കെ രാമനാവുന്നത് എന്നൊരു ചോദ്യം കൂടെ ചോദിക്കണം. രാമനാവാൻ നമ്മെ ഉപാസനയോടെ പാകപ്പെടുത്തുന്ന മാസമാണ് കർക്കടക മാസം. രാമന്റെ കഥ വായിക്കൂ, രാമന്റെ കഥ വായിക്കൂ. വായിച്ചു വായിച്ചു വായിച്ച് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് രാമനായി മാറൂ. ഇത് തന്നെയാണ് കൃഷ്ണനാവൂ. സമ്പൂർണം എന്ന് പറയാണ്. കൃഷ്ണന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജനിച്ചത് ജയിലിൽ,
തടവറയിൽ ജനനം, ജനിച്ച ഉടനെ തന്നെ അമ്മിഞ്ഞപ്പാല് നിഷേധിക്കപ്പെട്ടു. അതിനേക്കാൾ വലിയൊരു വേദനയുണ്ടോ? അച്ഛനമ്മയും ജീവനോടെ ഇരിപ്പുണ്ട്, അവരുടെ അടുത്തുനിന്ന് മാറി. പിന്നൊരു പോറ്റച്ഛനും പോറ്റമ്മയും ഉണ്ടായി, ഭാഗ്യം. പക്ഷെ അങ്ങടേക്ക് പോയി, ഇവരുടെ അടുത്തല്ല. ഇനി അവിടെ പോയിട്ടോ 54 വധശ്രമങ്ങൾ. എണ്ണം എടുത്തു നോക്കൂ, എനിക്കെല്ലാം കൂടെ പറയാൻ ഇന്ന് സമയമില്ല. 54 വധശ്രമങ്ങൾ. ആ വധശ്രമങ്ങളെല്ലാം അതിജീവിച്ച് മുലയൂട്ടുന്ന അമ്മയായിട്ട് തന്നെ. ഞാൻ ആലോചിക്കും, 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീകൃഷ്ണന്റെ കഥയെങ്കിലും ഇന്നും പെൺമക്കളെ അല്ലെങ്കിൽ ആൺമക്കളെ, സ്വന്തം കുട്ടികളെ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കുരുതി കൊടുക്കുന്ന അമ്മമാരെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഭഗവാനെ, പൂതന എത്ര ഭേദം. പൂതനയുടെ കഥ നമ്മൾ പണ്ട് കേട്ടതാണ്. പാല് കൊടുത്ത് അക്കൂട്ടത്തിൽ തന്നെ, തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ആചാരമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പ്രകാരമില്ല, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം പെൺമക്കളെ സ്വീകരിക്കാൻ അവർക്ക് വിമുഖത വരുമ്പോൾ മുലയൂട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് നെല്ല് വാക്യാത്തേക്ക് ഇട്ട് കൊടുക്കും. കുഞ്ഞ് അന്നേരം തന്നെ അപ്പൊ പറന്നു വീണ കുട്ടിയല്ലേ, കുട്ടി ഇല്ലാതെയാകും. ഇങ്ങനെ കഥ കേട്ടിട്ടുണ്ട്, റിസർച്ചുകൾ കണ്ടമാനം നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് പെൺമക്കൾ ഇല്ലാതെ പോകുന്നു എന്നതിനെ പറ്റി ഒരുപാട് നാൾക്ക് മുമ്പുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അപ്രകാരമൊന്നുമല്ല, അത്തരം വ്യവസ്ഥകളുമില്ല. പക്ഷേ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുക ചെയ്തത്. ഭഗവാൻ കൊല്ലാനാണ് വന്നത്, പക്ഷേ തിരിച്ച് വധം നേരിട്ട് അല്ലെങ്കിൽ മരണം സ്വീകരിച്ചിട്ട് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ തുടങ്ങി 54 രീതിയിൽ ഭഗവാനെ വധിക്കാൻ ആളുകൾ വന്നവർക്കെല്ലാവർക്കും സായുജ്യം കൊടുക്കുകയും അതൊക്കെ അതിജീവിക്കുകയും അമ്മാവൻ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുകയും അമ്മാവനെ കൊല്ലേണ്ടി വരികയും ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരികയും നരകാസുരന്റെ കൊട്ടാരത്തിൽ ലൈംഗിക അടിമകളാക്കി വെച്ചിരുന്ന 16,000 സ്ത്രീകളെ സനാഥരാക്കിക്കൊണ്ട് സ്ത്രീജിതൻ എന്ന് ദുഷ്പേര് കേൾക്കുകയും ചെയ്തു. അല്ലെ? ഇപ്പോഴും ഞാനും നിങ്ങളും എന്തോരം ഭാര്യമാരാ. 16,008 നമുക്ക് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെന്ന് വെക്കാം, കൂട്ടിയൊക്കെ എടുക്കാം. ഈ 16,000 എവിടെന്നാ വരുന്നത്? അർത്ഥം എത്രയേ ഉള്ളൂ. നരകാസുരൻ എന്ന് പറയുന്ന ഭീകരനായിട്ടുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ നാട്ടിലെ മുഴുവൻ ഏതൊക്കെ രാജ്യങ്ങളെ കീഴടക്കിയോ അവിടെ നിന്നെല്ലാം സ്ത്രീകളെ കൊണ്ടുവന്ന് തടവറയിൽ വെച്ചിരുന്നു, അവന് ഭോഗിക്കാൻ വേണ്ടി മാത്രം. അത്തരം അടിമകളായി പോയ നിസ്വലരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള പാവം സ്ത്രീകളെ അവിടെ നിന്ന് വിടുതൽ കൊടുത്തു, അവർക്കൊക്കെ സായുജ്യം കൊടുത്തു. അതിന്റെ അർത്ഥം ഭാര്യയാക്കി എന്നാണോ? സനാഥയാക്കി എന്ന് പറഞ്ഞ അർത്ഥം ഭാര്യയാക്കി എന്നല്ല. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ കേട്ട പോലെ ചീത്തപ്പേര് ഞാനോ നിങ്ങളോ കേൾക്കുന്നുണ്ടോ? നമ്മളെന്നും കരയണത്, എന്നാലും കഷ്ടപ്പെട്ട അയാൾ എന്നെ പറ്റി അത് പറഞ്ഞ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് ഫ്ലാഷ് ബാക്ക് പോലെ തിരിച്ചെടുത്ത് വെച്ച് നോക്കണം ഭഗവാന്റെ ജീവിതം. സത്രാജിത്തിന്റെ സെമന്തകം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു, നാട് നീളെ ഘോഷിച്ചു. സെമന്തകം പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് സത്രാജിത്തിന്റെ കൈ കൊടുത്ത്, ഞാനല്ലട്ടോ, എന്നിട്ടോ കള്ളൻ കള്ളൻ എന്ന വിളിപ്പേര് മാറിയില്ല. ഏറ്റവും അവസാനം വരെയും കള്ളൻ കള്ളൻ കള്ളൻ, ഇന്നും അതെ. ഇത്രയും പേരുദോഷം കേട്ട ഒരാളില്ല. എപ്പോഴെങ്കിലും ഭഗവാൻ നെഞ്ചത്തടിക്കുന്നോ നിലവിളിക്കുന്നോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിരിച്ച് 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 ഏറ്റവും ഒടുവിൽ മുസലം, അതായത് സാമ്പൻ പ്രസവിച്ച കഥ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിദുഷികളും വിദ്വാൻമാരുമാണ്, കഥ നിങ്ങൾക്കറിയാം. സാമ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചെറുമകൻ തന്നെ പ്രസവിച്ച ഇരുമ്പുലക്കയുടെ ഒരു കഷ്ണം തേച്ച് ഇരകപ്പുല്ലുകളായി മാറി. പിന്നെ ഒരു കഷ്ണം ഉണ്ടായിരുന്നത് മടുത്തിട്ട് അവർ കടലിലേക്ക് വലിച്ചെറിയുകയും ആ കടലിലേക്ക് വലിച്ചെറിഞ്ഞതിനെ ഒരാൾ കയ്യിലെടുത്തു, അതായത് ഒരു മീൻ കൊത്തി വിഴുങ്ങുകയും അതിൽ നിന്ന് മൂർച്ച കൂട്ടി വേടൻ ഒരു നല്ല അമ്പാക്കി വെക്കുകയും ആ അമ്പിപ്പ വരുമല്ലോ എന്ന് പറഞ്ഞ് കാതോർത്ത് കാലാട്ടി ആട്ടി ആട്ടി വൃക്ഷത്തിന്റെ മേളിലിരിക്കുകയും കാലിലേക്ക് അമ്പ് എഴുതപ്പോ തന്നെ അയ്യോ ഭഗവാനെ, ഞാൻ ഭഗവാനാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴും ചിരിച്ചോണ്ടിറങ്ങി വന്ന് വേടനോട് പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, എന്റെ കർമ്മം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കർമ്മയോഗിയാണ് ഭഗവാൻ. കഴിഞ്ഞ ജന്മം നീ ബാലിയായിരുന്നു, നിനക്കിട്ട് ഞാനൊരു പണി കഴിഞ്ഞ ജന്മം തന്നിട്ടുണ്ട്. ആരാണ്? രാമനായിരുന്നു. അപ്പൊ അന്ന് നീ ബാലിയായിരുന്നു, ഒളിയം പെയ്തായിരുന്നു. ആ കണക്ക് കൊടുക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. ആ കണക്ക് ഞാനിപ്പോ മേടിച്ചിരിക്കുകയാണ്. നോക്കൂ, കർമ്മം എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള സങ്കല്പത്തിനെ എങ്ങനെയാണ് രാമനും കൃഷ്ണനും ചേർത്ത് തന്നെ ഒന്ന് ത്രേതായുഗം, ഒന്ന് ദ്വാപരയുഗം, 2 യുഗങ്ങൾക്കിപ്പുറവും ചേർത്ത് വെക്കുന്നത്. പാർത്ഥസാരഥിയായി ഭഗവാൻ നിന്ന് അർജുനനോട് പറഞ്ഞത്, അർജുന, എനിക്കറിയാവുന്ന ഏറ്റവും അതിനിഗൂഢമായിട്ടുള്ള ജീവിത രഹസ്യങ്ങൾ, ദർശനങ്ങൾ, തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നു. പക്ഷേ നിന്റെ മുന്നിൽ ഒരു തുലാസുണ്ട്, ആ തുലാസിലിട്ട് നീ ഒന്ന് തൂക്കി നോക്കൂ, എന്നിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളൂ, കൊള്ളൂലെങ്കിൽ തള്ളൂ. ഇങ്ങനെ പറയാവുന്ന ആരുണ്ട്? ആലോചിച്ച് നോക്കൂ. ഈ ധർമ്മം സനാതനമായി നിൽക്കാനുള്ള ഒരു കാരണം അതാണ്. ഞാൻ എവിടെ നിന്ന് പറയും, നീയൊക്കെ അനുസരിക്കണം എന്ന് പറയുന്ന ഒരു ഭഗവാനും നമുക്കില്ല. ഭഗവാന്മാർ നമ്മെപ്പോലെ തന്നെയാണ്. അവർ ജീവിച്ച് കാട്ടിത്തരികയാണ്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് കേട്ടോ എന്ന്.
ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് കാട്ടിത്തരികയാണ്. അപ്പോഴും അവർ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഭഗവാനാകാനുള്ള അധികാരം നിനക്കുണ്ട്, ഭഗവാനാകണോ വേണ്ടയോ എന്ന് നീ തീരുമാനിച്ചാൽ മതി. ഷഡ്ദർശനങ്ങളുണ്ട്. ഷഡ്ദർശനങ്ങൾക്കകത്ത് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദർശനം നാസ്തിക ദർശനവുമാണ്. ആലോചിക്കണം. ഭാരതത്തിലെ ദർശനങ്ങൾ സംഖ്യം തൊട്ട് തുടങ്ങുന്ന എല്ലാ ദർശനങ്ങളും പറയാൻ വിസ്താര ഭയത്താൽ ഞാൻ നിർത്തുകയാണ്. അത്രയും പറയാൻ എനിക്ക് നേരമില്ല. അപ്പോ നോക്കൂ, ദർശനങ്ങൾ മുഴുവൻ നിരത്തി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ദർശനം നാസ്തിക ദർശനമാണ്. അതായത് ഈശ്വരനെ വിശ്വസിക്കാതിരിക്കാൻ നിനക്ക് അധികാരമുണ്ട്. ചാർവാകനാണ് അത് ലോകത്തിനോടായി മുഴുവൻ പറയുന്നത്. ഇങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്ന ഒമർ ഖയാമിനെ പോലെ തന്നെ അട്ടിച്ച് പൊളിച്ച് ഗംഭീരമായി ജീവിക്കണം എന്ന് പറയുന്ന ആളാണ് ചാർവാകൻ. ചാർവാകന്റെ സിദ്ധാന്തവും സ്വീകരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഒരു കേമമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയാണ് നമുക്ക് കാലാകാലങ്ങളായി പൂർവ്വസൂരികൾ തന്നിരിക്കുന്നത്. ഈ പൂർവ്വസൂരികൾ എന്നോടും നിങ്ങളോടുമായി പറഞ്ഞിരിക്കുന്നു, നോക്കൂ, കുടുംബത്തിൽ നിനക്ക് യജ്ഞം നടത്താം. നിനക്ക് യജ്ഞം നടത്താൻ മറ്റൊരിടത്തേക്ക് പോകണ്ട. നീ അടുപ്പൊന്ന് കൂട്ടിയിട്ട് ആ അടുപ്പിലേക്ക് ആദ്യത്തെ വറ്റു ചോറിടുകയോ ആ ചോറ് തിളച്ചു തൂവി ഭംഗിയായി വരുമ്പോഴേക്കും അത് പാത്രങ്ങളിലേക്ക് വഴിപാട് പോലെ ഒരു പ്രസാദം പോലെ വിളമ്പുകയോ നിനക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾ മുഴുവൻ പ്രസാദ രൂപേണ തന്നെ അത് ഭുജിക്കുകയോ ചെയ്താൽ അവിടെ സംഭവിക്കുന്നത് യാഗമാണ്. നീ ഭഗവാനാകുന്നത് എങ്ങനെ എന്നുള്ളത് നിന്റെ കർമ്മത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നീ ഭഗവാന് എന്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് ചെയ്യൂ. ഇന്ന് ചെയ്യുന്ന ഏതൊരു കർമ്മവും, ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെയാണ്. ഞാൻ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ പ്രഭാഷണത്തിന് പോവുകയുള്ളൂ എന്ന് തീരുമാനമെടുത്താണ്. കാരണം എനിക്ക് സന്ധ്യാനേരങ്ങളിലുള്ള വണ്ടി ഓടിപ്പ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഞാൻ നിഷ്ഠയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. ഈ വർഷം തൊട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ സന്ധ്യകളിൽ വൈകുന്നേരങ്ങളിൽ എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ഞാൻ പോകില്ല. ഞാൻ വരുന്നത് ഒരു 4 മണിക്കൂറെങ്കിലും സഞ്ചരിച്ച് വേണം എനിക്ക് ഇവിടെ വരാൻ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകണമെങ്കിൽ പാതിരാത്രിയാവും. ഇന്ന് വീട്ടിൽ കയറ്റില്ല. ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആറന്മുളത്തപ്പൻ ബായോ എന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പം ഭർത്താവാണോ ആറന്മുളത്തപ്പനോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പാലം പണിയണം. അതെ, ഞാൻ ഒന്ന് പോക്കോട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം, അവരെന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് ഞാൻ വണ്ടി ഓടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ശരി, ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് തരാം, ബസ് ബുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോ നോക്കൂ, കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില നിഷ്ഠകളുണ്ട്. അപ്പൊ ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിങ്ങനെ കലുഷമാണ്. കുട്ടികൾ 3 വീട്ടിലില്ല, ഒരാൾ ഇന്ന് വരികയാണ്. അവളെ കണ്ടിട്ട് ഞാൻ കുറേ ദിവസം ഇവിടെ നിൽക്കുമ്പോൾ മുഴുവൻ എൻ്റെ ഫോൺ കോൾ എനിക്ക് അവളെ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ബാഗ് എടുത്ത് എൻ്റെ തൊട്ടടുത്ത് കൊണ്ട് വെച്ചത്. അവൾ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ അടുത്തുണ്ട് കേട്ടോ, ഞാൻ എടുക്കൂല, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ എൻ്റെ അമ്മ എന്ന നിലയിലുള്ള എൻ്റെ ഒരു സന്തോഷം. അപ്പൊ നോക്കൂ, ഇങ്ങനെ നമ്മൾ സമർപ്പണ ബുദ്ധിയാ. ഭഗവാനെ ഇത് ഞാനല്ല ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഭഗവാനാണ് കാരണം, ഇഷ്ടപ്പെട്ടില്ലേ അതും ഭഗവാനാണേ കാരണം. നോക്കൂ, ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്തു വരും? അഹങ്കാരം ഉണ്ടാവും. ഇത് ഞാനാണ് എന്ന് പറയുമ്പോൾ അഹങ്കാരം വരും. ഈ അഹങ്കാരമാണ് ഭഗവാൻ ആദ്യം ഇല്ലാതാക്കിയത്. അഹങ്കാരം ഇല്ലാതെയാക്കി ഉപാസന രൂപത്തിൽ സമർപ്പിച്ചുകൊണ്ട് നീ ചെയ്യൂ. അതുകൊണ്ടാണ് അർജുനനെ പോലെ വലിയൊരു യോദ്ധാവില്ല. ആ അർജുനനാണ് യുദ്ധം ചെയ്യാൻ നിന്നപ്പോഴേക്കും തകർന്ന് തരിപ്പണായി പോയത്. കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെ പദങ്ങളാണ്. ഡിപ്രഷൻ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഡിപ്രഷന്റെ ആദ്യ രൂപം അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങ് ദ്വാപരയുഗത്തിൽ ഗാന്ധീവൻ തേർത്തട്ടിൽ നിന്ന് തോളിൽ നിന്ന് താഴ്ന്നു വീണ് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ കണ്ടാൽ മതി. കർമ്മബൗഢ്യം ബാധിച്ചിരിക്കും ഡിപ്രഷൻ ആളുകൾക്ക്. ങ്ങളിൽ അതുണ്ട്, കണ്ടമാനുണ്ട് കേട്ടോ. അന്നമയ കോശം, പ്രാണമയ കോശം തുടങ്ങി ഏറ്റവും ഒടുവിൽ മനോമയ കോശം, ജ്ഞാനമയ കോശം, ഏറ്റവും ഒടുവിൽ ആനന്ദമയ കോശം. ആനന്ദം അന്വേഷിക്കുന്നതൊക്കെ ഇപ്പൊ കുട്ടികൾ ഏതാണ്ടൊക്കെ തിരുമ്മി പിടിച്ച് വായിക്കാത്തും ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ 10 കഷ്ണാക്കി വെട്ടിയിട്ടും അങ്ങനെയാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത്. നമ്മള് അവരന്റെ സ്വത്തുക്കളൊക്കെ സംഭരിച്ചു വെച്ചും ഇങ്ങനെ ആനന്ദം കണ്ടെത്താൻ ഓടി നമുക്ക് പ്രാണനും ഇല്ല, മനസ്സുമില്ല. മനസ്സാണ് ആദ്യം നഷ്ടമായി പോകുന്നത്. ഇത് പൂർവസൂരികൾ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്നതെന്തോ അതാണ് നീ. കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് അന്നം ബ്രഹ്മം. നോക്കൂ, തൊട്ടു വന്ദിക്കേണ്ടത് സകലതിനെയും. നേരം വെളുക്കുമ്പോൾ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. കൈയൊന്ന് കൂട്ടിത്തിരുമ്മി കയ്യിലേക്ക് നോക്കൂ, അവിടെ നിനക്ക് ഗോവിന്ദനെയും കാണാം. നാട്ടിക്കിരിപ്പുണ്ട് വടക്കുള്ളൂതി ഇങ്ങനെ ചിരിച്ചോണ്ട്. ഈ കൈമേൽ ഗോവിന്ദനുണ്ട് എങ്കിൽ നമുക്ക് ഈ കൈ കൊണ്ട് അഹിതമായത് ചെയ്യാൻ പറ്റില്ല. ഇത് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആര് ചൊല്ലുന്നു? നമ്മൾ ചൊല്ലിയിട്ട് വേണ്ടേ? പിള്ളേര് ചൊല്ലുകയല്ല ടീച്ചറെ. ഒരുപാട് പേര് എന്നോട് പറയും. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് അവരോട് ചോദിക്കും, നമ്മൾ ചൊല്ലാറുണ്ടോ? നമ്മളൊന്ന് ചൊല്ലൂ. നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാവും. ഇനി ഒന്നും ചെയ്യാനില്ലെങ്കിലും നടക്കുമ്പോ ഇരിക്കുമ്പോ നിൽക്കുമ്പം ചെയ്യുമ്പോഴൊക്കെ നാമം ചൊല്ലിക്കൊള്ളൂ. മന്ത്രമൊന്നും വേണ്ട.
മന്ത്രമൊക്കെ ശുദ്ധമായി വൃത്തിയായി അതിന്റെ ആചാര നിഷ്ഠപ്രകാരം ഒക്കെ ചൊല്ലണം. മന്ത്രം ചുമ്മാ എടുത്ത് ചൊല്ലേണ്ടതല്ല. കാരണം അതൊക്കെ വിപരീത സ്വഭാവത്തിലൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ആചരിച്ച് കൃത്യമായി വെച്ചിരിക്കുന്നതാണ്, തെറ്റിക്കാൻ പാടില്ല. എന്നാൽ നാമജപം ഉണ്ടല്ലോ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നടക്കുമ്പോ ഇരിക്കുമ്പോ നിൽക്കുമ്പോ അങ്ങനെ ചൊല്ലൂ. യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. കാണുന്നതൊക്കെ ഭഗവാൻ, ചെയ്യുന്നതൊക്കെ അർച്ചന. അപ്രകാരം ചെയ്തു കഴിയുമ്പോൾ ഈ പറയുന്ന അഹങ്കാരം കുറയും. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ അത്തരമൊരു സായുജ്യം ഉണ്ടാകും. അത്തരം സായുജ്യം ഉണ്ടാകുന്ന കുടുംബത്തിലെ കുട്ടികളും അപ്രകാരം തന്നെ വരും. അങ്ങനെയുള്ളൂ. യഥാ രാജ തഥാ പ്രജ. ഇപ്പൊ പേടിയാ, രക്ഷകർത്താക്കൾക്ക് പേടിയാ. ഞങ്ങൾ അധ്യാപകർക്ക് പിള്ളേരെ അതിനേക്കാളും ഭയങ്കര പേടിയാട്ടോ. ഭയങ്കര മുട്ടടിയാ ഞങ്ങൾക്ക്. അധ്യാപകൻ എന്ന് പറയുന്ന കൊതിച്ച് തൊഴിലെടുത്ത ആളുകൾക്ക് മതിയെ. ഇനിയിപ്പോ ഞാനിങ്ങനെ എണ്ണി ഇരിക്കുകയാണ്. പോവാറായി തൊഴിൽ അപ്രകാരമായിരിക്കുന്നു. പിന്നെ അമ്മ എന്ന് പറയുന്ന തൊഴിലിനൊരു അവസാനം ഇല്ലാത്തതുകൊണ്ട് എണ്ണി ഇരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ആ തൊഴിൽ അങ്ങനെ നിൽക്കുകയാണ്. നോക്കൂ, എപ്പോഴാണോ നമ്മൾ സമ്പൂർണമായി ഉപാസനയോടുകൂടി നമ്മുടെ തൊഴിലിൽ, നമ്മുടെ ചര്യകളിൽ ഏർപ്പെടുന്നത്, അപ്പൊ ചെയ്യുന്നതൊക്കെ യജ്ഞം. കേൾക്കുന്നവൻ ഇമ്പുണ്ടാവും. അവന്റെ മനസ്സിലേക്ക് നൂറുകണക്കിന് ആളുകളിൽ ഒരാളുടെ മനസ്സിലേക്കെങ്കിലും ഇത് പതിക്കും. ആ പതിക്കുന്നിടത്ത് നിന്ന് അത് മരമായി വളർന്നു വരും, അത് പുഷ്പിക്കും, അത് ഫലമുണ്ടാകും. ആ ഫലം നാട്ടുകാർക്ക് മുഴുവൻ സൗരഭ്യം തരും. കാരണം ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല, ഞാൻ എന്ന് പറയുന്നത് നമ്മളാണ്. ഈ നമ്മൾ എന്ന് പറയുന്ന സങ്കല്പം, വസുധൈവ കുടുംബകം എന്ന സങ്കല്പം ലോകത്തിൽ ഒറ്റ ധർമ്മത്തിനേ ഉള്ളൂ. അത് സനാതന ധർമ്മത്തിനാണ്. ലോകമേ തറവാടി. ഇതാണ് ഭഗവാൻ സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയെ പിടിച്ചു കുലുക്കിയ ഗംഭീരമായിട്ടുള്ള പ്രസംഗത്തിന്റെ ആദ്യ വാക്കായി ഉപയോഗിച്ചത്. അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് നീയും എൻ്റെ സഹോദരനാണ്, നീയും എൻ്റെ സഹോദരിയാണ് എന്നുള്ള ഒരു വർണ്ണന കൊടുത്തപ്പോ ഷിക്കാഗോ മാത്രമല്ല ലോകം വിറച്ചു. ചേടാ, ഇങ്ങനൊരു തത്വം ഉണ്ടോ? ഇതാണ് നമ്മുടെ തത്വം. ഇത് ഇവിടെ മാത്രമല്ല. വീട്ടിൽ ഓണമുണ്ടെങ്കിൽ ഓണത്തിന്റെ ഒപ്പം ഉറുമ്പിന് ഓണം വേണം. പഠിച്ചിട്ടുണ്ടോ? ഇവിടേക്ക് ആചരണം ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഒരു കളം പോലെ വരച്ചു വെക്കും. അരിപ്പൊടി കൊണ്ടൊരു കോലമാണ് വരച്ചു വെക്കുക. ആരും ചവിട്ടരുത് എന്ന് പറയും. എന്താ അത്? ഉറുമ്പിന് നമ്മൾ കൊടുക്കുന്നതാ. ഉറുമ്പ് ഊണ് കഴിച്ച് ഉറുമ്പിന് വയറ് നിറഞ്ഞ് സന്തോഷമായാലേ നമുക്ക് ഓണമുള്ളൂ. ഉറുമ്പിനും എന്റെ തന്നെ വലുപ്പാണ്. ഉറുമ്പിന് അമ്പലമുണ്ട്, ചെലന്തിക്ക് അമ്പലമുണ്ട്, ദുര്യോധനൻ അമ്പലമുണ്ട്. ഇനി അവസാനത്തെ യാത്ര നടത്തിയ യുധിഷ്ഠിരന്റെയും പാണ്ഡവരുടെയും ചരിതം തന്നെ ആലോചിച്ചാൽ അറിയാം. എല്ലാരും വീണ് മരിച്ചിട്ട് ഏറ്റവും അവസാനം അവശേഷിച്ചത് ഒരു നായാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, നായ അകത്ത് കയറ്റിയില്ലെങ്കിൽ ഞാൻ വരൂല. ആലോചിച്ച് നോക്കൂ, എന്തൊരു തത്വമാണത്. ഒരു നായ്ക്ക് വേണ്ടിയേ സ്വർഗം. നായും ഞാനും ഒന്ന് തന്നെ. ഈ നായ പിന്നെയും രംഗപ്രവേശം ചെയ്യുന്നുണ്ട് പല രൂപത്തിൽ. ശങ്കരാചാര്യരുടെ ജീവിതത്തിലാണ്. ഒരു കൂട്ടം ആൾക്കാർ ശങ്കരാചാര്യരുടെ നേർക്ക് തന്നെ വരുന്നു. ഒരു ചണ്ടാലനാണ്, ചുറ്റും കുറെ നായ്ക്കളുമുണ്ട്. നേരിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എല്ലാവരും മാറി ദൂരെ പോ എന്ന് പറഞ്ഞ അനുയായികൾ മുമ്പോട്ട് പോയപ്പോഴേക്കും മുമ്പോട്ട് വന്ന ചണ്ടാലൻ ചോദിച്ചു, ആരാണ് പോകേണ്ടത്, ഈ ദേഹമോ ഈ ദേഹിയോ? ഞെട്ടിപ്പോയി. അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് മനസ്സിലായത്, ചുമ്മാ ഒരാളല്ല വന്നത്, ഭൂതഗണങ്ങളുമായിട്ടൊരു പാർട്ടി ഉണ്ട് നമുക്ക്. അതാണ് വിഭൂതി എന്ന സങ്കല്പം തന്നെ അങ്ങനെയാണ്. സന്ധ്യാനേരത്ത് വിളക്കിനെ തൊട്ട് തൊഴുമ്പോഴേക്കും അതിന് തൊട്ട് മുമ്പായിട്ട് നെറ്റും മേലൊന്ന് ചാർത്തും. എല്ലാരും ചാർത്തും. ചാരാണ് വിഭൂതി എന്നാൽ, ചാരാണ്. ഈ ചാരം എന്ന് പറയുന്നത് ചുടലഭസ്മമായിട്ട് അണിയുന്ന ആളുകളുണ്ട്. കാളിയും നമ്മുടെ സാക്ഷാൽ ശിവഭഗവാനും തന്നെ. നിന്റെ നശ്വരതയാണ് ബോധ്യമാവുന്നത്. കാശി പോയിട്ടുള്ളവരുണ്ടോ? ഇവിടെ ആരെങ്കിലും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരെങ്കിലും ഉണ്ടാവും. സന്തോഷം. കാശിയിൽ മണികർണിക ഘട്ടുണ്ട്, ഹരിശ്ചന്ദ്ര ഘട്ടുണ്ട്. കാശിയിൽ ഭഗവാനെ തൊഴുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ സൈഡിൽ, അതായത് അവിടെ ആരതിയാണ്, നദിയെ പൂജിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ചിതയും എരിയുന്നത്. അതും ഇതും ഒന്നാണെന്ന് കൃത്യം നമ്മളെ ബോധ്യമാക്കി തരുന്നു. നമുക്കിങ്ങനെ പ്രകമ്പനം കൊള്ളും. ദൈവമേ, ഇതെന്തൊരു ദർശനമാണ്! നീ നശ്വരമാണെന്നേ, നീ വെറും ഒന്നുമല്ല, ഭസ്മമായി പോവേണ്ടതാണ്. അതെടുത്താണ് അലങ്കാരമായിട്ട് അണിയുന്നത് സനാതന ധർമ്മ വിശ്വാസി. ഈ വിശ്വാസിയെ തോപ്പിക്കാൻ പറ്റുമോ? ഈ ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ധർമ്മം നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ലോകത്തെ സമസ്തത്തിനും നന്മ ഉണ്ടാവണേ എന്നാണ്. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇത് എന്നല്ല. ശാന്തി മന്ത്രം തന്നെ ഉദാഹരണം എടുത്തു നോക്കൂ. ശാന്തി മന്ത്രത്തിൽ ശാന്തി നേരുന്നത് അന്തരീക്ഷത്തിനും പൃഥ്വിക്കും ഭൂമിക്കും ജലത്തിനും ആകാശത്തിനും ഏറ്റവും ഒടുവിൽ ശാന്തിരേവ ശാന്തി.
അകത്ത് ശാന്തിക്ക് ശാന്തി വരണമെന്നല്ല, ശാന്തിക്ക് ശാന്തി വരട്ടെ. അതായത് സമസ്തത്തിനും ശാന്തി ഉണ്ടാവട്ടെ എന്നാണ്. ഈ സമസ്തത്തിന്റെ അകത്ത് ഭാരതീയനായ ഒരുത്തൻ, അല്ലാത്തവൻ വേറൊരുത്തൻ, ആണായവൻ പെണ്ണായത്, ഇതൊന്നുമില്ല. പട്ടിയായത് പൂച്ചയായത് അത് ഇത് ഒന്നുമില്ല. സമസ്തം. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഭഗവാന്മാരുടെ എല്ലാം വാഹനങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് സമഗ്രമാണ് എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. ആ സമഗ്രതയിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു പോകട്ടെ. ആ ഏത് മൃഗത്തിനെ എടുത്താലും ആ മൃഗത്തിനെ കൊല്ലാൻ പാടില്ല. കാരണം അത് മറ്റേതാ, ഭഗവാനുമായിട്ട് അത് കണക്ട് ചെയ്താ വെച്ചിരിക്കുന്നത്. പാമ്പിനെ കൊന്നൂടാ. മണ്ണാർശാലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ചുമ്മാതാണോ കുടുംബത്തിൽ പിള്ളേരുണ്ടാവാത്തത്? കഥ നോക്കൂ, കെട്ടി വെച്ചിരിക്കുന്നത്. പാമ്പിനും ജീവിക്കാൻ അധികാരമുണ്ട്. വേട്ടാളന്റെ കൂടുണ്ട്. കൂട് പൊട്ടിക്കരുത്. കാരണം കുലം മുടിയും. വേട്ടാളൻ വളരെ പണിപ്പെട്ടാണ് കൊണ്ടുവന്ന് മോളി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരാളിരുന്ന് ഞെട്ടുക, ഭഗവാനെ ഇന്ന് രാവിലെ തച്ച് തകർത്തിട്ടിരിക്കുവാന്ന്. നോക്കൂ, ഇതാണ് നമ്മുടെ സങ്കല്പം. ഏത് കുടുംബത്തിലെടുത്ത് നോക്കൂ, കണ്ണ എന്ന വിളിപ്പേരുള്ള ഒരു കുട്ടിയുണ്ട്. കണ്ണ. ജനിക്കുന്ന കുട്ടിക്ക് കണ്ണൻ എന്നൊരു പേരിട്ട് കൊടുക്കും. കാരണം അമ്മയുടെ കൊതി, നീ കാളിയനാവല്ലേ, നീ കണ്ണനാവണേ എന്നാണ്. ഇവിടെ അടുത്തൂടെയും പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴ ഒന്ന് പോയി നോക്കിയാൽ കാണാം ആളുകളുടെ കാളിയ സങ്കല്പം എങ്ങനെയാണ്. ആരാരും കാണാതെ നമ്മുടെ വീട്ടില് മൊത്തം കൊണ്ടുവന്നു. ഞാനും താമസിക്കുന്നത് ഒരു പുഴയുടെ ഇറമ്പിലാണ്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെയാണെന്ന്. മല പോലെ അഴുക്ക് പൊങ്ങി ഇങ്ങനെ പോകുമ്പോൾ അന്തം വിട്ടിരിക്കും. ഒരു പ്രളയം വന്നു കഴിഞ്ഞിട്ട് തിരിച്ചതെല്ലാം തന്നതിനെല്ലാം അതിനേക്കാളും ശക്തിയിൽ നമ്മൾ വീണ്ടും കൊടുത്തു. പിന്നെ നമ്മളോടാണ് കളി. വീണ്ടും കൊടുത്തു. കളിയന്മാരാവുക, ഗംഭീര കളിയന്മാരാവുക. അപ്പൊ കണ്ണനാകണമെന്ന് കൊതിച്ച് അമ്മമാരെല്ലാം പൂർവ്വസൂരികൾ നമുക്ക് കണ്ണൻ എന്ന പേര് തന്നപ്പോ കാളിയനാവുകയാണ് നമ്മൾ. നമ്മുടെ കർമ്മം കൊണ്ട്, ചര്യ കൊണ്ട്, അനുഷ്ഠാനം കൊണ്ട്, രീതികൾ കൊണ്ട്. അരുതേ. ഇവിടെയാണ് കൃഷ്ണൻ ഇപ്പോഴും പ്രസക്തനാകുന്നത്. 5000 വർഷങ്ങൾക്കിപ്പുറവും അദ്ദേഹം പാർത്ഥസാരഥിയായി നിൽക്കാൻ. പാർത്ഥന്റെ സാരഥി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സാരഥി തന്നെയാണ്. നമ്മെ എല്ലാവരെയും നേർവഴിക്ക് തെളിക്കുന്ന, നയിക്കുന്ന സാരഥി തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ലോകരോട് പറഞ്ഞത്, പ്രത്യേകിച്ചും വൃന്ദാവന നിവാസികളോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇന്ദ്രനെയല്ല, മറിച്ച് ഗോവർദ്ധന പർവ്വതത്തെയാണ്. എന്നാലോചിച്ച് നോക്കി. JCB എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ യന്ത്രമുണ്ട്. ഈ നാട്ടിലൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നല്ലോണം ഉണ്ട്. 2 ദിവസം കൊണ്ട് ഒരു മലയെ വെളുപ്പിക്കും. ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്. നമ്മുടെ സ്ഥലം പോവില്ല, ഇഷ്ടം പോലെ കാശും കിട്ടും. അങ്ങനെ മലയെ വെളുപ്പിച്ച് എന്തോ പറ്റി? വീശി ഇങ്ങനെ ഇരിക്കുകയാണ്. തമ്മിൽ നോക്കുമ്പോഴേക്കും നമസ്തേ അല്ല പറയുന്നത്, പരസ്പരം എങ്ങനെയുണ്ട്, കിണറിൽ വെള്ളമുണ്ടോ? മഴത്തുള്ളി, ഓരോ മഴത്തുള്ളിയും തലയിലേക്ക് വീണാൽ നമ്മളെല്ലാം വീണ് മരിക്കും. അതുപോലത്തെ മഴത്തുള്ളികളാണ് ഇപ്പൊ വീഴുന്നത്. കാലാവസ്ഥ ഭ്രംശം. ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ നാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം 5000 വർഷങ്ങൾക്ക് അപ്പുറം ഭഗവാൻ നമ്മളോടായി വിരൽ ചൂണ്ടി ചോദിക്കുന്നു, ഞാൻ പറഞ്ഞതല്ലേ ഗോവർദ്ധനത്തിനെ കളയല്ലേ എന്ന്. വൃന്ദാവനത്തിലല്ല ഗോവർദ്ധനം ഈ പ്രകൃതിയിൽ ചുറ്റുമുണ്ട്. ഒരു പർവ്വതത്തെയും കൊല്ലാൻ പാടില്ല, ഒരു പർവ്വതത്തെയും ഇല്ലാതെയാക്കാൻ പാടില്ല. ആ പർവ്വതത്തിനെ നീ ഭജിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് കുടയായി അത് നിൽക്കും, നിനക്ക് തണലായി അത് നിൽക്കും, നിന്നെ പരിരക്ഷിക്കും. സങ്കല്പം ഒന്ന് നോക്കി, കഥ നോക്കി, കഥയ്ക്കുള്ളിലെ കഥ. ഗോവർദ്ധനോദ്ധാരണം എത്ര കേട്ടിരിക്കണം. അതല്ല കഥ, അതിനുള്ളിലൊരു കഥയുണ്ട്. ഈ കഥ ഗംഭീരനായിട്ടുള്ള പരിസ്ഥിതിവാദിയായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പർവ്വത പൂജ. വാസുദേവയജ്ഞത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോ അവിടെ ഒരു ദിവസം നടന്നത് അതാണ്. പർവ്വതത്തിനെ പൂജിച്ചു. ഈ പൂജിക്കാൻ പറയുന്ന എന്തിനാ? എനിക്കിതൊന്നും അറിയാൻ മേലെന്നേ. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ എണീറ്റ് വരുമ്പോ നല്ല കേമമായിട്ട് ജ്വലിച്ച ഒരാൾ വരുന്നു. ഉടനെ ആദ്യത്തെ ജലം ഞാൻ കുടിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ജലം അവിടെ കൊടുത്തിട്ട് ഞാൻ അങ്ങ് തൊഴുവാണ്, അമ്പരപ്പോടെ, ആശ്ചര്യത്തോടെ. കാരണം പണ്ട് ഹനുമാൻ ഒരു ദിവസം വിഴുങ്ങിയിട്ട് ഈ പാർട്ടി ഇല്ലാതായിരുന്നു. കഥ അറിയാലോ. മാമ്പഴാണെന്ന് വിചാരിച്ചിട്ട് വിഴുങ്ങാൻ പോയത് സൂര്യനില്ല എങ്കിൽ ഞാനും നിങ്ങളുമില്ല. നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ്. ആദ്യം പ്രാർത്ഥിക്കേണ്ടതിനെ ഇടി, മിന്നല്, മഴ എല്ലാത്തിനും ദേവന്മാരെ വെച്ചു കൊടുത്തു. അത് അങ്ങനെയാണ് 30 മുക്കോടിയായത്. 30 മുക്കോടി എന്ന് പറയുന്നത് ഒരു പദമാണ് എന്ന് തന്നെ അങ്ങ് കരുതിക്കോളൂ. അതിനുള്ളിൽ ഇല്ലാത്തത് എന്താ? ഇനി ഞാനൊന്ന് നടന്നു പോകുന്ന വഴി ഒരു ചുമന്ന ചരടെടുത്ത് അവിടെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിനെ ചുറ്റും ഒന്ന് കെട്ടിയാൽ അത് തന്നെ ഭഗവാൻ. മുത്തപ്പന്മാര്, അപ്പൂപ്പൻ, അമ്മുമ്മ. ഞങ്ങളുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരത്തോട്ട് കൂടുതലും ഉള്ള കാവുകളെല്ലാം അപ്പൂപ്പൻ കാവ്, അമ്മുമ്മ കാവുകളാണ്. മുത്തശ്ശിക്കാവുകളൊക്കെ അങ്ങുണ്ടാവുകയാണ്. എന്തും ജലം എന്ന് പറയുന്നത് അത്, ഭക്ഷണം എന്ന് പറയുന്നത് അത്, വായു എന്ന് പറയുന്നത് ഭഗവാൻ.
വായുവിന്, ജലത്തിന്, സമുദ്രത്തിന്, എല്ലാത്തിനും ദേവതമാർ. അത് ഗംഭീരമായി രാമായണത്തിൽ കാണാം. ബന്ധുമിത്രാദികളായി നിൽക്കുന്നത് മുഴുവൻ സാഹോദര്യം സൂചിപ്പിക്കുന്നത് കേവലം മനുഷ്യരല്ല. രാമനും ലക്ഷ്മണന്റെയും കഥ മാത്രമല്ല രാമായണം, സുഗ്രീവന്റെയും ബാലിയുടെയും കഥയും കൂടിയാണ്. വിഭീഷണന്റെയും രാവണന്റെയും കഥയും കൂടിയാണ്. ജടായുവിന്റെയും സമ്പാദിയുടെയും കഥയും കൂടിയാണ്. സാഹോദര്യം നോക്കൂ. കരിഞ്ഞു കരിഞ്ഞു പോകാതെ എന്റെ സഹോദരന്റെ ചിറക് കരിയല്ലേ എന്ന് പറഞ്ഞ് അതിന്റെ മേളിൽ പറന്നവൻ സമ്പാദി. കരിയുന്നറിയാം, ഇല്ലാതെയാവൂന്നറിയാം, പക്ഷെ അങ്ങനെ കരിഞ്ഞോട്ടെ, വേണ്ട പറന്നു. കരിഞ്ഞ് താഴെ എവിടെയോ വീണു. അതുകൊണ്ട് തന്നെ ജടായുവിന് മംഗലം കൊടുക്കുമ്പോൾ ജടായു വിങ്ങിക്കരഞ്ഞുകൊണ്ട് രാമനോടായി പറഞ്ഞു, നിന്റെ സഹോദരനുണ്ട് കേട്ടോ, മരിച്ചോ ജീവനോടുണ്ടോ എനിക്കറിയില്ല, കരിഞ്ഞു പോയതാ. എന്നെ കരിയിക്കാതിരിക്കാൻ വേണ്ടി സ്വയം ചിറക് കരിയിച്ച സഹോദരനാണ്. നോക്കൂ, രാമനും ലക്ഷ്മണനും അവനും കൂടെ ഉദകക്രിയ ചെയ്യണേ, അവനും കൂടെ മംഗലം കൊടുക്കണേ. ഇതാണ് ജടായു ആവശ്യപ്പെട്ടത്. അപ്പോ സാഹോദര്യം എന്ന് പറയുന്നത് രാമായണത്തിൽ നാം കാണുന്നത് രാമലക്ഷ്മണന്മാരുടെ, ഭരതശത്രുഘ്നന്മാരുടെ 4 മനുഷ്യരുടെ കഥ മാത്രമല്ല. അസുരന്മാർക്കിടയിലും സാഹോദര്യമുണ്ട്. കുംഭകർണന് ഞാൻ ഇപ്പൊ മരിക്കുന്നറിയാം, 6 മാസം ഉറങ്ങുക, 6 മാസം ഉണർന്നിരിക്കുക. ഈ 6 മാസം ഉറങ്ങുന്നതിനിടയിൽ നിദ്രാവത്വം കിട്ടി, അതിനിടയിൽ എണീറ്റ് പോയാൽ മരണം ഭയം, മരണം ഉറപ്പ്. പക്ഷേ എന്റെ സഹോദരന് വേണ്ടി മരിക്കാൻ ഞാൻ പോവുകയാണ്. അതും ഒരു സഹോദരനാണ്. അവൻ അസുരനാണ് എന്നതുകൊണ്ട്, ക്രൂരനാണ്, രാക്ഷസനാണ് എന്നതുകൊണ്ട് അവന്റെ സാഹോദര്യം ഇല്ലാതെയാവുന്നില്ല. ബാലിയും സുഗ്രീവനും തമ്മെ മാറാതെ ഇണപിരിയാതെ നടന്നവർ, മായാവിയുടെ മായാവിദ്യയാൽ മാത്രം 2ആയി പിളർന്നു പോയവർ. ഏറ്റവും ഒടുവിൽ ഒരാൾക്കൊരാൾ മരണത്തിനിടയാകേണ്ടി വന്നു. തെറ്റിദ്ധാരണ എത്രമാത്രം സാഹോദര്യത്തെ എഫക്ട് ചെയ്യും, സ്വാധീനിക്കും എന്നീ കഥ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതുപോലെ പുത്രബന്ധം, നല്ല പിതാവാര്, നല്ല പുത്രനാര്, നല്ല സഹോദരനാര്, നല്ല ഭാര്യയാര്, നല്ല കുടുംബിനിയാര്, നല്ല രാജാവാര്, ഇതിന്റെ എല്ലാം നന്മയാര് എന്നുള്ളത് കാട്ടിത്തരുന്നുണ്ട്. നന്മ അറിയാമെങ്കിൽ അതിന്റെ അടുത്തോട്ടൊന്ന് പൊക്കൂടെ, ശ്രമം നടത്തിക്കൂടെ? അത്തരം ശ്രമത്തിന് വേണ്ടിയാകട്ടെ ഈ ദശാവതാരങ്ങൾ. ഓരോ ദിവസവും ഇവിടെ വന്ന് ഓരോരോ അവതാരങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതായി ഞാൻ മാറുകയാണ്, അതിന്റെ അടുക്കലേക്ക് ഞാൻ എത്തുകയാണ്. ഞാൻ വരുന്നത് വക്കം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ്. അവിടെ ഭഗവാനായിട്ട് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയുണ്ട്. ആ സ്തുതിയുടെ ഏറ്റവും ഒടുവിലായി പറയുന്നത്, പടി 6 കടന്നവിടെ ചെല്ലുമ്പോ ശിവനെ കാണാകും ശിവശംഭോ എന്നാണ്. ശിവനെ കാണണമെങ്കിൽ ഒറ്റ കുതിപ്പിന് പറ്റൂല കേട്ടോ. ഷടാധാരങ്ങൾ, മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര പത്മത്തിലേക്ക് എത്തണം, വൈകുണ്ഠത്തിലെത്തണം, കൈലാസത്തിലെത്തണം എന്നുണ്ടെങ്കിൽ ഒറ്റ കുതിപ്പ് പറ്റില്ല. ഓരോ പടിയും കടന്ന് 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 അവിടെ എത്തണം. പടി കടക്കാൻ തയ്യാറാണോ? എന്റെ മുമ്പിലിരിക്കുന്ന ഭക്തജനങ്ങളെ, പടി കടക്കാൻ തയ്യാറാണോ? ആദ്യത്തെ പടി വെക്കാനെങ്കിലും തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർമ്മം, ഉപാസനയെ ചെയ്താൽ മതി. ഭഗവാൻ നിവർത്തിച്ചോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അഹിതമായി ഒന്നും ചെയ്യില്ല. ഇങ്ങോട്ട് എത്ര തരും എന്ന് പറഞ്ഞതിന്റെ എണ്ണം എടുത്തുകൊണ്ടിരിക്കണ്ട. ഇന്നലെ ഞാൻ നിനക്ക് 2.5 കിലോ സ്നേഹം തന്നു, നീ 1.5 കിലോയെ തിരിച്ചു തന്നോളൂ, ബാക്കി എപ്പോ തരും? ഇങ്ങനെ കണക്കെടുത്താ നമ്മൾ ഇരിക്കുന്ന, കണക്കെടുത്താ നിൽക്കുന്നത്. ആ കണക്കുകൾ എന്നെയും നിങ്ങളെയും എവിടെയും കൊണ്ടെത്തിക്കില്ല. കൊടുക്കുക കൊടുക്കുക കൊടുക്കുക. ശ്രീരാമചന്ദ്രദേവനും ശ്രീകൃഷ്ണ ഭഗവാനും നമ്മെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. സമർപ്പിതമായിട്ടുള്ള ജീവിതമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും. ആ സമർപ്പണം സ്വാംശീകരിക്കുമ്പോൾ ശിവനായി മാറും, ഇല്ലെങ്കിൽ ശവമായി മാറും. അങ്ങനെ സമർപ്പിത വീര്യത്തോടെ ഭഗവാനെ കാണുമ്പോൾ പാർത്ഥസാരഥി എന്നത് ലോകഗുരുവായി മാറ്റിമറിക്കാൻ പറ്റും നമുക്ക്. അത്തരം കാഴ്ചകൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ചുറ്റുമൊന്ന് നോക്കിയാൽ അറിയാം, ലോകം മുഴുവൻ ഭാരതം എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച. ഇങ്ങനെയാണത് സംഭവിച്ചത്, സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഇതിനകത്ത് നന്മയാണ്. ഇനി ഇതിനകത്ത് നന്മയുടെ ഒരു കൂട്ടായ്മയും കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ചുമ്മാ അല്ല പറഞ്ഞു വെക്കുന്നത്, വെറുതെ അല്ല പറഞ്ഞു വെക്കുന്നത്. അകത്തേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ദീപാരാധനയ്ക്ക് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എല്ലാവരും ഞാൻ ചോദിക്കാറുണ്ട്, ഗുരുവാരൊക്കെ പോയി വന്നിട്ട് ഭഗവാൻ എങ്ങനെയായിരുന്നു, എന്ത് രൂപത്തിലായിരുന്നു? ഇന്നിപ്പോ ദശാവതാര ചാർത്ത് നമ്മൾ കണ്ടു, എല്ലാ ദിവസവും നമ്മൾ പോയി കണ്ണു നിറഞ്ഞു കണ്ടു. എന്നാൽ നേരെ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ ഒരു ആചാരമുണ്ട്, ഭഗവാനെ എന്ന് വിളിച്ചാൽ കണ്ണടയ്ക്കും. അപ്പോഴേക്കും അവിടെ നിൽക്കുന്നവരൊക്കെ പോ 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 തള്ളിക്കളയും. ഇങ്ങനെ വന്നേ ചെന്നതായിരുന്നു. അപ്പൊ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ല. പഞ്ചേന്ദ്രിയങ്ങളും തുറന്നു വെക്കണം, കണ്ണ് തുറന്ന് അകത്തുള്ള മുഴുവൻ. അതുകൊണ്ടാണ് അവിടെ ലൈറ്റ് ബൾബൊന്നും വെക്കാത്തത്, തിരി മാത്രം വെക്കുന്നത്. അങ്ങനെ ഇങ്ങനെ 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 ഇളകി ആടിക്കൊണ്ടിരിക്കുന്ന ഭിത്തിയുടെ ഇടയിലാണ് ഭഗവാനെ കാണേണ്ടത്. കണ്ണ് കുളിർക്കെ അകത്തോട്ട് മുഴുവൻ എടുക്കും. ഒരു ഇന്ദ്രിയം നിറഞ്ഞു. അവിടുത്തെ ചൂട്, അവിടുത്തെ തണുപ്പ്, അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെതായിട്ടുള്ള എല്ലാം, ഇനി നമ്മുടെ ത്വക്കിലേക്ക് തന്നെ തളിക്കുന്ന തീർത്ഥം, അതിന്റെ തണുപ്പ്, ഇതെല്ലാം ത്വക്കിലൂടെ രണ്ടാമത്തെ ഇന്ദ്രിയം മുഴുവൻ അകത്തേക്ക് എടുക്കൂ.
അവിടെ കേൾക്കുന്ന മന്ത്രങ്ങൾ, നാമജപങ്ങൾ, ഉറക്കെ ഉറക്കെ ചൊല്ലുന്ന നാമജപങ്ങൾ, അതെല്ലാം ചെവി എന്ന് പറയുന്ന മൂന്നാം ഇന്ദ്രിയത്തിലേക്ക് അകത്തേക്കെടുക്കൂ. അവിടുത്തെ ധൂപത്തിന്റെ മണം, അവിടുത്തെ പുഷ്പങ്ങളുടെ മണം, അതെല്ലാം അടുത്ത ഇന്ദ്രിയത്തിലേക്ക് എടുക്കൂ. ഇവിടെ വഴിപാട് കഴിച്ചു കഴിയുമ്പോൾ നാം സ്വീകരിക്കേണ്ടതായിട്ടുള്ള ചിലതുണ്ട്. തീർത്ഥമാകട്ടെ, പായസാകട്ടെ, പാൽപ്പായസാകട്ടെ, വഴിപാട് പല രൂപത്തിലുള്ളത്. അത് നാവിലേക്ക് കൊടുക്കുമ്പോൾ പൂർണ്ണമായി തന്നെ ഉള്ളിലേക്ക് എടുക്കൂ. അപ്പോ അഞ്ചാമത്തെ ഇന്ദ്രിയവും നിറയും. ഇതെല്ലാം കൂടെ അകത്തെടുത്ത് നിറച്ചു കഴിഞ്ഞിട്ട് നീ 5 ഇന്ദ്രിയങ്ങൾ അടയ്ക്കണം. അപ്പ ആര് തുറക്കും? ആറാമൻ തുറക്കും. അതാണ് അതിന്റെ കടിഞ്ഞാണ് ആരുടെ കയ്യിലാ? സാക്ഷാൽ പാർത്ഥസാരഥിയുടെ കയ്യിലാ. മനസ്സ് എന്ന് പറയുന്നത് ശരീരത്തിനെ നിയന്ത്രിച്ചു നിർത്തുന്നുണ്ട്. ആത്മീയതയുണ്ട് എങ്കിൽ, ആത്മീയ ബോധമുണ്ട് എങ്കിൽ, ഭഗവാന്റെ ഉപാസനയുണ്ട് എങ്കിൽ, ജപങ്ങളുണ്ട് എങ്കിൽ, ധ്യാനമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനും നിങ്ങളും ചെന്നെത്തുന്നത് വൈകുണ്ഠത്തിലേക്കാണ്. വൈകുണ്ഠത്തിൽ ചെന്നെത്തുക എന്നുള്ളതാണ് കൊതി, അല്ലേ? മുറ്റത്ത് നിൽക്കുന്ന നാട്ടുമാവിനെ നോക്കി ആ നാട്ടുമാവിന്റെ തെക്കേ ചില്ല ഉണ്ടല്ലോ, ആ തെക്കേ ചില്ല എനിക്കായി വെച്ചേക്കണം എന്ന് പറഞ്ഞ മുത്തശ്ശി എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശി ആവശ്യമില്ലാത്ത എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പൊ എന്താ അത്? ആ മാവ് നിന്റെ കൂടെയാണ് വളർന്നത്, ഞാനാണ് വെള്ളം ഒഴിച്ചത്. ഞാൻ വെള്ളം ഒഴിച്ച് വളർത്തി 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 കൊണ്ടുവച്ചപ്പോ എനിക്കറിയായിരുന്നു ഓരോ നിമിഷവും ഞാൻ ഭസ്മായി പോകുമ്പോ നിന്റെ ഒരു ചില്ല എനിക്ക് വേണ്ടി നീയും ഭസ്മാവും, ഞാനും നീയും ഒന്ന്. പറഞ്ഞു വന്നതിലേക്ക് തന്നെ ഞാനൊന്ന് തിരിച്ചു പോകട്ടെ. ഇത്രയും വൈജാത്യങ്ങൾ നോക്കിക്കാണലുകളുടെ രീതിയിൽ, ഭക്ഷണക്രമത്തിന്റെ രീതിയിൽ, ആചാരാനുഷ്ഠാനങ്ങളുടെ രീതിയിൽ, വസ്ത്രവിധാനത്തിന്റെ രീതിയിൽ, ഭക്ഷണക്രമത്തിന്റെ രീതിയിൽ ഒക്കെ എന്തെല്ലാം വ്യത്യാസമാണ്. പക്ഷെ ഈ വ്യത്യാസമെല്ലാം ഒരു മാലയിൽ പല പല മുത്തുകളെല്ലാം കോർത്തു വെച്ച ഒരു ഗംഭീരമായ മാല പോലെ ഭാരതീയത എന്ന സനാതനധർമ്മം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു മാലയിലെ മുത്തുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മൾ ഓരോരുത്തരും ആ മാല പൊട്ടാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കാരണം ലോകത്തിന്റെ ഗുരുവായി അത് മാറേണ്ടതുണ്ട്. അതിന് അങ്ങനെ ചുക്കാൻ പിടിക്കാൻ, അങ്ങനെ കേമമായി നിൽക്കാൻ, അത്തരം ലീഡർഷിപ്പ് ട്രൈറ്റ്, അത്തരം നായകത്വം സ്വന്തമായിട്ടുള്ള ഏകതതി ഭാരതീയത മാത്രമാണ്. അത്തരം ഭാരതീയതയ്ക്ക് വേണ്ടിയും അത്തരം സനാതനധർമ്മത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ധർമ്മനിബദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയും ഇന്നു കാണുന്ന ആസുര ശക്തികളെ എല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ ശത്രു സംഹാരം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വീട്ടിനുള്ളവന്റെ പേരും നാളും പറഞ്ഞു നടത്തുന്ന പുഷ്പാഞ്ജലി അല്ല കേട്ടോ. ശത്രു എവിടാ? സാക്ഷാൽ ഭഗവാൻ തന്നെ, പാർത്ഥസാരഥി തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ തന്നെയാ നിന്റെ ശത്രു, നീ തന്നെയാ നിന്റെ മിത്രം. നീ ശത്രു സംഹാരം നടത്തേണ്ടത് നിന്റെ ഉള്ളിലെ നീചവാസനകളെയാണ്, നീ കൊല്ലേണ്ടത് നിന്റെ ഉള്ളിലെ ചീത്തയാണ്. ആ അർത്ഥത്തിലാണ് പാലാഴി മഥനവും നോക്കി കാണേണ്ടത്. ഒരു വശത്ത് സുരന്മാർ, അടുത്ത വശത്ത് അസുരന്മാർ, രണ്ടുപേരും കൂടെ ചേർന്ന്. എന്തിനായി രണ്ടുപേരും ചേർന്ന്? ദേവന്മാര് മാത്രം വിചാരിച്ചാൽ പറ്റൂലേ? മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നതാണ് പാലാഴി. അവിടെ അസുരത്വവുമുണ്ട് സുരത്വവുമുണ്ട്, നന്മയുണ്ട് തിന്മയുണ്ട്. കടയൽ നടക്കുകയാണ്. കടയൽ നടക്കുമ്പോൾ ചിലപ്പോൾ കാളകൂടൊക്കെ ഇങ്ങ് വെളി വരും കേട്ടോ. അപ്പം നമശിവായ നമശിവായ നാരായണ നാരായണ ഒക്കെ ജപിച്ചുകൊണ്ടിരുന്നാൽ അത് പാനം ചെയ്ത് നമ്മെ രക്ഷിക്കാൻ അവിടെ അവതാരങ്ങൾ ഉണ്ടാവും. എന്നാൽ ഏറ്റവും ഒടുവിൽ അമൃത് പൊങ്ങി വരും. കാത്തിരിക്കുക. ചേട്ടയൊക്കെ ഇടയ്ക്ക് വരും. അപ്പൊ ചിലർക്കൊക്കെ വേണമായിരിക്കും, അവരത് കൊണ്ടുപോക്കട്ടെ. നമുക്ക് ശ്രീദേവി വരും പുറകേന്ന്, നമുക്ക് സ്വീകരിക്കാം. നോക്കൂ, കഥകൾക്കുള്ളിലെ കഥകളെല്ലാം നോക്കാൻ ഈ ദശാവതാര കാലം നിങ്ങളെ എല്ലാവരെയും പ്രേരിപ്പിക്കട്ടെ. വൃശ്ചിക മാസം ഓരോ മലയാളിയെ സംബന്ധിച്ചും പുണ്യമായിട്ടുള്ള ദിവസങ്ങളാണ്, പുണ്യമായിട്ടുള്ള മാസമാണ്. കൃത്യമായ വ്രതാചരണം നടത്തുകയും ഭഗവാൻ സാരഥിയായി നിൽക്കുന്ന തേരിന്റെ അങ്ങ് അകമ്പടി സേവിക്കാൻ നമുക്കാവുകയും അങ്ങനെ ഈ തേര് തെളിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോവുകയും അപ്പൊ ഈ സമസ്ത പ്രപഞ്ചത്തിനും നന്മയുണ്ടാക്കാൻ വേണ്ട ഭാഗം പങ്കിടാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവത് ചൈതന്യം അങ്ങനെ അപ്രകാരം നമ്മളിലെല്ലാം പ്രസരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം, ഇത്ര നേരം ശ്രവിച്ചതിലുള്ള സന്തോഷം, പോകാനുള്ള അനുവാദം. നന്ദി, നമസ്കാരം.